الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. ഇൻസിജാമിൻ്റെ മൂന്നാമത്തെ എഡിഷനിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു സെഗ്മെൻറ്റിലേക്കാണ് പോകുന്നത്. ഇത്രയും ഹുദവികളെ ഒന്നിച്ച് കാണാനും അഭിസംബോധന ചെയ്യാനും ഈ ഒരു ചർച്ചയുടെ ഭാഗമാകാനും കഴിയുന്നതിൽ വളരെ സന്തോഷം. അള്ളാഹുവിന് സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ. വലിയ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ് അത്. ഉസ്താദിൻ്റെയും അതുപോലെ തന്നെ ബാവാക്കയുടെയും അടുത്ത് നിന്ന് നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന, അവരിൽ നമ്മൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ്. വളരെ കുറഞ്ഞ സമയമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ സംസാരം വളരെ ചുരുക്കി അവരുടെ സംസാരത്തിലേക്ക് നീങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളെ നയിക്കാൻ ഒരു ഉസ്താദും ഒരു ഹാജിയാരും ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട CH ഐദുറൂസ് ഉസ്താദും ബഹുമാനപ്പെട്ട ബാപ്പുട്ടി ഹാജി അവർകളും, അവരുടെ സൗഹൃദവും അവരുടെ ബന്ധവും അവരോട് ചേർന്ന് നിന്ന ബഷീർ ഉസ്താദ്, അതുപോലെ ചെമ്മക്ക കുഞ്ഞാപ്പ് ഹാജി, ഇവിടെ നമ്മുടെ ഈ വേദിയിലുള്ള ബഹുമാനപ്പെട്ട സൈദലവി ഹാജി അവർകള്, അതുപോലെ നമ്മുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഷെയ്ഖുന അവർകള്, അതുപോലെ ഉമർ അലി ശിഹാബ് തങ്ങള്, മുഹമ്മദ് അലി ശിഹാബ് തങ്ങള്, ഹൈദർ അലി ശിഹാബ് തങ്ങൾ, അതുപോലെ ഒരുപാട് നേതാക്കന്മാർ, അവരുടെയൊക്കെ ശ്രമഫലമായിട്ടാണ് നമ്മുടെ ഈ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരുടെ ഓർമ്മകളിൽ നിന്നാണ് നമ്മുടെ സംസാരം നമ്മൾ ആരംഭിക്കുന്നത്. ഇപ്പൊ ഇവരുടെ ഈ ഒരു ശ്രമത്തിന്റെയും ത്യാഗത്തിന്റെയും ഇവരുടെയൊക്കെ ഇടപെടലുകളുടെയും ഫലമായിട്ടാണ്, അവരുടെ സൗഹൃദത്തിന്റെയും കൂട്ടായ്മയുടെയും ഒക്കെ ഫലമായിട്ടാണ് നമ്മൾ ഈ കാണുന്ന ഈ സദസ്സിൽ ഇത്രയധികം ഹുദവികൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഇപ്പൊ നമ്മൾ പിന്നിലേക്ക് സഞ്ചരിക്കുകയാണ്. ആ ഓർമ്മകളിൽ, അവരുമായുള്ള സൗഹൃദത്തിന്റെയും അവരുമായുള്ള ബന്ധത്തിന്റെയും ഓർമ്മകളിൽ നിങ്ങൾക്ക് മറക്കാനാവാത്ത ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് ആരംഭിക്കാം. അപ്പൊ ആദ്യമായി ബഹാദി ഉസ്താദ് അവർകൾ ആ ഓർമ്മകൾ പങ്കുവെക്കും. അതിലൂടെ നമ്മൾ സംസാരം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം ഒരു സാലിഹായ അമലായി ഖബൂൽ ചെയ്യുമാറാകട്ടെ. 42 വർഷത്തെ ദാറുൽ ഹുദായുടെ സഞ്ചാര പശ്ചാത്തലത്തിലാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇനിയും അനേകം വർഷങ്ങളും പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളുമൊക്കെ വിജയകരമായി തരണം ചെയ്യാൻ ദാറുൽ ഹുദക്ക് അള്ളാഹു സുഗമമായ പന്ഥാവ് വെട്ടിത്തെളിച്ചു കൊടുക്കുമാറാകട്ടെ. ആമീൻ. നമുക്ക് ദുആ ചെയ്യാം. ഇവിടെ പരാമൃഷ്ടരായ ആളുകൾ, ഞാൻ സമയം കുറവായതുകൊണ്ട് അവരുടെ പേരുകൾ ആവർത്തിക്കുന്നില്ല, അവരല്ലാത്ത ആളുകളും ഉണ്ടാകും. അള്ളാഹു അവർക്കൊക്കെ അർഹമായ പാരത്രിക പ്രതിഫലം നൽകുമാറാകട്ടെ. ആമീൻ. ദുആ ചെയ്യാം. അള്ളാഹുവിന് വേണ്ടി സമർപ്പിതമാകുന്ന സംരംഭങ്ങൾ, അതിൻ്റെ കൂടെ അള്ളാഹു ഉണ്ടാവും. വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. ഇങ്ങനെയുള്ള പല ഖുർആൻ സൂക്തങ്ങളും അതിന് തെളിവാണ്. അതുകൊണ്ടാണ് കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി താലൂക്കിൽ വളരെ ലളിതമായി ആരംഭിച്ച ഒരു പ്രക്രിയ അന്താരാഷ്ട്ര തലത്തിൽ സ്വാധീനം ചെലുത്താൻ പറ്റിയ സംവിധാനങ്ങളുമായി, സേവനങ്ങളുമായി രംഗത്ത് വരാനും ആ പ്രവർത്തനങ്ങൾ തുടർച്ചയായി മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള അവസരമൊരുങ്ങിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്ഥാപകന്മാരുടെ, പ്രവർത്തകന്മാരുടെ, ഉപജ്ഞാതാക്കളുടെ കൊമ്പ് കൊണ്ടല്ല, അവരുടെ പ്രൗഢി കൊണ്ടല്ല, അവരുടെ ഭൗതികമായ സ്ഥാനമാനങ്ങളോ കാഴ്ചപ്പാടുകളോ വിശേഷണങ്ങളോ കൊണ്ടല്ല അള്ളാഹുവിങ്കൽ കാര്യങ്ങൾ നിർണ്ണയിക്കപ്പെടും. അത് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം.
അതുകൊണ്ട് തന്നെയാണ് അൽഹംദുലില്ലാ ഇന്ന് 11,000-ലധികം വിദ്യാർത്ഥികളുമായി ലോകത്തെ വിവിധ രാഷ്ട്രങ്ങളിൽ വ്യത്യസ്ത സേവനങ്ങളിൽ നിരതരായി വിവിധ തരത്തിലുള്ള ജനപദങ്ങളെ വ്യത്യസ്ത രീതിയിൽ സ്വാധീനിച്ചുകൊണ്ട് ആകർഷിച്ചുകൊണ്ട് ദാൽഹുദയുടെ സന്തതികൾക്ക്, ഹുദവി സന്തതികൾക്ക്, നിങ്ങൾക്ക്, നിങ്ങളുടെ ജ്യേഷ്ഠാനുജന്മാരായ സഹോദരങ്ങൾക്ക് ഈ വിജയകരമായ അനുഗ്രഹീതമായ വിശിഷ്ടമായ സേവന പാതയിൽ വ്യാപൃതരാകാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും ഞാനിവിടെ അനുസ്മരിക്കും. ബാവാക്കയോട് അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഫൗണ്ടേഴ്സായ നമ്മുടെ നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട മറക്കാനാവാത്ത ചില ഓർമ്മകൾ ഈ ഹുദവികൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒരുപാട് പുതിയ തലമുറയിൽപ്പെട്ട ആളുകളൊക്കെ ഉണ്ട്. നിങ്ങളുടെ ഓർമ്മകളിൽ മറക്കാനാവാത്ത ഒരുപാടുകൾക്ക് നിങ്ങൾ നേരിൽ നിന്ന് കണ്ട ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവും. നിങ്ങൾ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവുന്നതിന് മുമ്പ് അവരുടെ സജീവമായി നിന്ന സമയങ്ങളിൽ കണ്ട ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവും. അതുമായി ബന്ധപ്പെട്ട ചില ഓർമ്മകൾ ഹുദവികൾക്ക് വേണ്ടി പങ്കുവെക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, ഇങ്ങനെ ഒരു സംഗമം സംഘടിപ്പിച്ചതിൽ ഹുദവി കൂട്ടായ്മയായ ഹാദിയെയും അതിൻ്റെ പ്രവർത്തകരെയുമൊക്കെ ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ അഭിവാദ്യം ചെയ്യുകയും അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയും ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ബന്ധവും ഈ കൂടലുമൊക്കെ ദീർഘകാലം അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ബഹുമാനനായ ഫൈസൽ നിയാസ് ഹുദവി ചോദിച്ച ചോദ്യം ബാപ്പുട്ടിയാജി ഐദ്രുസ് ഉസ്താദ് ഇവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറക്കാനാകാത്ത ഓർമ്മകൾ പങ്കുവെക്കാനാണ് അല്ലേ. ഞാൻ 1982 എൻ്റെ ഒരു അനുഭവത്തിലേക്കാണ് പോകുന്നത്. 82 തന്നെയാണെന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് മഴക്കാലമാണ്, റമദാൻ. അതുവരെയും പരിശുദ്ധമായ റമദാനുകളിൽ ചെമ്മാട് പള്ളിയിൽ മതപ്രഭാഷണ പരിപാടികൾ ഉണ്ടാവാറുണ്ട്. ആ ഒരു വർഷം മഴക്കാലമായി എന്നതിൻ്റെ പേരിൽ ബഹുമാനപ്പെട്ട CH ഹൈദ്രൂസ് ഉസ്താദിനെ കൊണ്ട് വാത് പറയിപ്പിക്കുന്ന ആ രീതിക്ക് പകരമായി ഒരു പഠന ക്ലാസ്സാണ് സംഘടിപ്പിച്ചത്. 25 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു മത പഠനവേദി തറാവീഹിന് ശേഷം. അത് വാസ്തവത്തിൽ ഞാൻ ഇന്നും ആലോചിക്കുന്നത് ചമ്മാട്ടേർക്ക് ദീൻ പഠിക്കുക എന്നതിനപ്പുറത്തേക്ക് അതിൽ മറ്റൊരു ഉദ്ദേശം കൂടി ഇപ്പാക്കുണ്ടായിരുന്നു. 83 മുതൽ വരാനിരിക്കുന്ന ദാൽഹുദയുടെ ആ ഒരു സംവിധാനത്തിന് ഇപ്പാക്ക് കിട്ടുന്ന റമദാനിലെ രാത്രി ഇപ്പാക്ക് എപ്പോഴും ദീർഘമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ കഴിയുന്ന രാത്രിയാണ് ഇപ്പാക്ക്. പകല അതിനുവേണ്ടി ഉപയോഗിക്കാൻ കഴിയാറില്ല. അപ്പോൾ ആ രാത്രി കാലങ്ങൾ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തി ഉസ്താദുമായി നിരന്തരമായി ഈ വിഷയം ചർച്ച ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടാക്കുക എന്നതുകൂടി ഇപ്പാക്ക് അതിൻ്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ടായിരുന്നു എന്ന് ഞാൻ ബഹുമാനപ്പെട്ട ബഹാവുദ്ദീൻ ഉസ്താദിനെ ഞങ്ങളെ പല തറവാട് വീടിൻ്റെ അടുത്ത് ഒരു മസ്ജിദുർ റഹ്മാൻ എന്ന് പറഞ്ഞൊരു ചെറിയ നിസ്കാരപ്പള്ളിയുണ്ട്. ആ നിസ്കാരപ്പള്ളിയിലെ തുടക്കം മുതൽ അത് ബഹുമാനപ്പെട്ട KK ഹസ്രത്ത് ഉസ്താദ് ആയിരുന്നു അതിൻ്റെ ഉദ്ഘാടനം ചെയ്ത്. റമദാൻ 1 ആയിരുന്നു അതിൻ്റെ ഉദ്ഘാടനം. അന്ന് മുതൽ റമദാൻ കഴിയുന്നത് വരെ ഉസ്താദ് അവിടുത്തെ ഇമാമായിരുന്നു. ഇമാമാക്കാൻ കാരണം ഒരു ഇമാമിനെ വേറെ കിട്ടാത്തത് കൊണ്ടല്ല, ഒരു ചെറിയ നിസ്കാരപ്പള്ളിയിൽ ഇമാമാക്കി ഉസ്താദിനെ കൊണ്ടുവന്നത് ആ ഒരു മാസക്കാലം ദാർഹുദയുമായി ബന്ധപ്പെട്ട ആശയവിനിമയങ്ങൾക്ക് വേണ്ടിയുള്ള ഒരവസരം ഉണ്ടാക്കുക എന്ന നിലക്കായിരുന്നു. ബഹുമാനപ്പെട്ട ബഹാവുദ്ദീൻ ഉസ്താദ് അവരുകളെ അവിടെ ഇമാമാക്കി നിർത്തി ഉപ്പയും ബഹാവുദ്ദീൻ ഉസ്താദും തമ്മിൽ ഈ ചർച്ച, നിരന്തരമായ ചർച്ചകൾക്കുള്ള ഒരവസരം എന്നതുപോലെ ബഹുമാനപ്പെട്ട CH ഉസ്താദിന് നിരന്തരമായി കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരവസരം. അന്ന് ക്ലാസ് കഴിഞ്ഞാൽ ഞാൻ അങ്ങാടിയിലാണ് എൻ്റെ വീട്, തറവാട്ടിൽ അല്ല, അങ്ങാടിയിൽ എനിക്കൊരു വീടുണ്ടായിരുന്നു, അവിടെയാണ് ഞാൻ താമസം. അപ്പം കഞ്ഞി കുടിച്ച ആ പാത്രം എടുത്ത് ഞാൻ തന്നെ പോയിട്ട് അത്താഴത്തിനുള്ള ഭക്ഷണം ഉസ്താദിന് ഞാൻ തന്നെ എൻ്റെ കൈകൊണ്ട് പള്ളിയിൽ കൊണ്ടുവരും. അത് വേറെ ആൾ ആക്കാൻ ഇപ്പം അയക്കൂല. കാരണം ഉസ്താദുമാർക്ക് ഖിദ്മത്ത് കൊടുക്കണം എന്ന് പഠിപ്പിക്കാനും അത് മക്കളെ പഠിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള ഞാൻ തന്നെയായിരുന്നു ഉസ്താദിന് ഭക്ഷണം കൊണ്ടു കൊടുക്കുക.
ആ ഭക്ഷണം കൊണ്ട് കിടക്കുന്നതിൻ്റെ ഇടയിൽ മണിക്കൂറുകൾ സമയമുണ്ടാവും. ആ സമയത്തും അവിടെ മുദരിസിന് താമസിക്കാനുള്ള റൂമിൽ ചർച്ചയായിരിക്കും. വാത് കഴിഞ്ഞതിന് ശേഷം ചർച്ച. ആ ചർച്ച ഏകദേശം ഒരു മണിക്കൂർ 1.5 മണിക്കൂറാകുമ്പോൾ ഞാൻ ഭക്ഷണമായിട്ട് ചെല്ലും. ഭക്ഷണം ഇത് ചെന്നിട്ടുണ്ടെങ്കിൽ ആ ഭക്ഷണപാത്രം അവിടെ വെച്ചാൽ എന്നാൽ നമ്മൾ പോകുക എന്ന് പറഞ്ഞ് നീക്കും. ആര്? ഉസ്താദും ഇപ്പം. എവിടേക്കാണ് പോകുന്നത്? വീട്ടുകളിലേക്കല്ല, തൊട്ടടുത്ത മദ്രസയിലെ കിണറിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ഉസ്താദിന് നോമ്പിന് സുന്നത്തായ കുളിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ കിണറ്റിൻകരയിലേക്ക് പോകുന്നത്. ഞാനും പോകും. ഞാനാണ് വെള്ളം കോരി കൊടുക്കേണ്ടത്. അന്ന് മദ്രസയിൽ കിണറ്റിൽ മോട്ടർ വെച്ചിട്ടില്ല. ഞാൻ എൻ്റെ കൈ കൊണ്ട് വെള്ളം കോരി ഉസ്താദിന് ബക്കറ്റിൽ നിറച്ചു കൊടുക്കും. ഉസ്താദ് കുളിക്കും. ആ കുളിക്കണ സമയത്തും ദാർലുഹതയാണ് പറയാനുള്ളത്. ഉപ്പാനോടും ബാക്കിയും അതിൽ ഉസ്താദിനോടും. എന്തായിരിക്കണം ദാർലുഹത, എങ്ങനെയായിരിക്കണം ദാർലുഹത എന്ന ഇത് പറഞ്ഞുകൊണ്ടായിരിക്കും വെള്ളം പാരുമ്പോൾ പോലും ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞ് കുളി കഴിഞ്ഞ് തോർത്തി വീണ്ടും ഈ റൂമിൽ പോയി ഭക്ഷണം എടുത്തു കൊടുക്കുമ്പോൾ ഉസ്താദ് പറയും, ഞാൻ കഴിച്ചുകൊണ്ട് നിങ്ങൾ പോയിക്കൊള്ളിന്ന്. ഉപ്പ തറവാട്ടിൽക്കും പോവും, ഞാൻ വീട്ടിൽക്കും പോവും, അങ്ങാടിയിലുള്ള. ഇത് എൻ്റെ ജീവിതത്തിലെ എന്നും പച്ചപിടിച്ച് നിൽക്കുന്ന ദാർലുഹതയുമായി ബന്ധപ്പെട്ട, ഉപ്പാനയുമായി ബന്ധപ്പെട്ട, ഉസ്താദുമായി ബന്ധപ്പെട്ട ഒരു മറക്കാനാകാത്ത ഓർമ്മയായിട്ടുണ്ട്. നമ്മുടെ ദാർലുഹതയുമായി ബന്ധപ്പെട്ട, അതിൻ്റെ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വളരെ ഹൃദയസ്പൃക്കായ ഓർമ്മകളാണ് അവർക്ക് നമ്മോട് പറഞ്ഞത്. അപ്പൊ എത്രമാത്രം പ്രയാസപ്പെട്ടാണ്, അല്ലെങ്കിൽ എത്രമാത്രം പ്ലാനിങ് ചെയ്തിട്ടാണ് അവർ ഈ കാര്യങ്ങൾ ചെയ്തത് നമുക്ക് മനസ്സിലാവുന്നത്. ഉസ്താദിന്, ബഹാദി ഉസ്താദിനെ തന്നെ പിന്നെ ആ ഒരു ചെറിയ പള്ളിയിൽ ഇമാമായി കൊണ്ടുവന്ന് അവിടെ അതിനു വേണ്ടി ചർച്ചകളുടെ ഭാഗമാക്കുന്ന കാര്യം വരെ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ എനിക്ക് ഉസ്താദിനോട് ചോദിക്കാനുള്ളത്, ഉസ്താദ് അതിനെ തുടർന്ന് ദാർലുഹുദയുടെ സേവന പ്രവർത്തനങ്ങളിൽ വ്യാപകതരായതോടുകൂടി ഉസ്താദ് തന്നെ സ്വന്തമായി വീടെടുത്ത് ഇവിടെ തന്നെ ദാർലുഹുദയുടെ ഭാഗമായി അവിടെ തന്നെ കുടുംബം ആയി ജീവിക്കാൻ തുടങ്ങി. അപ്പൊ ആ ഒരു തലത്തിലേക്ക് ഉസ്താദ് അങ്ങനെ തന്നെ അതിനുവേണ്ടി പറിച്ചു നടാനുണ്ടായ ഒരു സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത് എന്ന് ഇരിക്കാം. ഇസ്ലാമിൻ്റെ അന്തർദേശീയ ദഅവ എന്ന് പറഞ്ഞൊരു ആശയം എനിക്ക് വളരെ നേരത്തെ മനസ്സിലുണ്ടായിരുന്നതാണ്. നേരത്തെ പറഞ്ഞാൽ ദാറുൽ സ്ഥാപിതമാവുന്നതിൻ്റെയും 3-4 കൊല്ലം മുമ്പ് 1983 ഓസ്ഫോജനയുടെ ഒരു പ്രബന്ധ മത്സരത്തിൽ ആ വിഷയമാണ് ഉണ്ടായിരുന്നത്. 1983 സമർപ്പിക്കപ്പെട്ട ആ പ്രബന്ധത്തിന് സമ്മാനം ലഭിച്ചു. എനിക്കാണ് അതിൻ്റെ അവാർഡ് ലഭിച്ചത്, അൽ മഖ്ദൂം അവാർഡ്. അപ്പോൾ അങ്ങനെ ഒരു കാഴ്ചപ്പാട് വളരെ നേരത്തെ ഉണ്ടായിരുന്നു. അങ്ങനെ അതിനനുസരിച്ച് ഇങ്ങനെ ഈ ഒഴുക്കും ഉന്തും തള്ളും എല്ലാം കൂടിയിട്ട് ഇങ്ങനെ ഒത്തുകൂടിയതാണ്. അല്ലാഹു തആല അങ്ങനെ സംവിധാനം ചെയ്തതാണ്. മാത്രമല്ല, മറ്റ് സ്ഥാപനങ്ങൾ നടത്തുന്നത് പോലെ സ്ഥാപനം നടത്തുക എന്നൊരു കാഴ്ചപ്പാടല്ല ഒരു വിഷയത്തിലും. സാമ്പത്തിക കാര്യങ്ങളിൽ പോലും അങ്ങനെയല്ല. സമ്പത്തിന് വേണ്ടി എന്തും ചെയ്യുക പരമാവധി എന്നൊരു കാഴ്ചപ്പാടാണ് അന്നൊക്കെ ഉണ്ടായിരുന്നത്. അതിൽ ശ്രദ്ധേയമായ ഒരു ഉദാഹരണം പറയാനുള്ളത്, ദാറുൽ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തെക്കൻ കേരളത്തിലുള്ള ഒരാൾ ദാറുൽക്ക് മാസാന്ത സംഭാവന അയക്കാൻ തുടങ്ങി, മണി ഓർഡർ ആയിട്ട് അയക്കുക. അയാളെ ദാറുലുമായി ബന്ധപ്പെട്ടവർക്കും പരിചയമില്ല. അപ്പോൾ പ്രത്യേകം ശ്രദ്ധാ ബിന്ദുവായി അയാൾ ഇയാളിങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ സംഖ്യ അയക്കണത്. അങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിച്ചപ്പോൾ അയാൾ കൊല്ലം ജില്ലയിലുള്ള ഒരു ലോട്ടറി ഏജൻ്റാണ്. യാദൃശ്ചികമാണ് കൊല്ലം ജില്ലക്കാരനായത്. അപ്പോൾ അന്വേഷിച്ച് നോക്കുമ്പോൾ മുമ്പിൽ അവിടുത്തെ ഒരു റേഞ്ച് അല്ലെങ്കിൽ ഒരു ഏരിയ ഈ ലോട്ടറിയുടെ ഏജൻസിയാണ്. അപ്പോൾ മൂപ്പരെ വിളിച്ചിട്ട് ആചാര്യനാണ് പറഞ്ഞത്. കണ്ടുപിടിക്കുന്നതിൽ ഞങ്ങളൊക്കെ സഹകരണങ്ങൾ ചെയ്തിരുന്നു. കൊല്ലത്തുള്ള ഒരാളെ കണ്ടുപിടിക്കണം, അയാൾ തപാൽ അഡ്രസ്സ് മാത്രം നോക്കിയിട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ മൂപ്പരോട് നന്ദിയൊക്കെ പറഞ്ഞ് ശുക്രൊക്കെ പറഞ്ഞ് ഞങ്ങൾ കൊല്ലം എങ്ങനെ ജില്ലാ തലത്തിലുള്ള ഒരു ലോട്ടറി ഏജൻ്റാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ലോട്ടറി ഇസ്ലാമികമായി ഹലാലല്ലാത്തതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ആ സംഭാവന ഇനി മുതൽ ദാറുൽഹുദയിലേക്ക് അയക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് നിർത്തി എന്നുള്ളതാണ്. അപ്പോൾ ദാറുൽഹുദയിലേക്ക് വരുന്ന സംഭാവനകൾ, അതുപോലെയാണ് കമ്മീഷൻ്റെ കാര്യം.
ബാപ്പുട്ടിജ വിഷയത്തിൽ ഒരിക്കൽ നിർണായകമായി പറഞ്ഞു, 1000 ഉറുപ്പിക ഒരാൾ ദാറുൽഹുദയിലേക്ക് കൊടുത്താൽ അതിന് 600 ഉറുപ്പിക ദാറുൽഹുദയിലേക്ക്, 400 ഉറുപ്പിക ഈ പിരിച്ചു കൊണ്ടുവരുന്ന പോക്കറ്റിലേക്ക് ഇങ്ങനെ ഓഹരി ചെയ്യാൻ ആരാ അധികാരം കൊടുക്കുന്നത്? അതുകൊണ്ട് നമുക്ക് കമ്മീഷൻ ഇടപാട് വേണ്ട. അൽഹംദുലില്ലാ ആ 1-ാം കൊല്ലത്തെ 1-ാം ദിവസം മുതൽ 42-ാം കൊല്ലത്തെ ഈ 365-ാം ദിവസം വരെ ഒരു നയാ പൈസ 10 പൈസ 1 ഉറുപ്പിക ദാറുൽഹുദ കമ്മീഷൻ കൊടുത്തിട്ടില്ല ആർക്കും. പലരും ആവശ്യപ്പെട്ടിരുന്നു, ഗൾഫിലുള്ള ആളുകൾ പ്രത്യേകിച്ച്, കമ്മീഷൻ വ്യവസ്ഥയിൽ ഒരാളെ നിയമിച്ചാൽ ധാരാളം പൈസ കിട്ടും ഞങ്ങൾക്ക്. ബാപ്പുട്ടി പറഞ്ഞു അത് വേണ്ട, ഇങ്ങനെ കിട്ടണേ മതി, പ്രവർത്തകന്മാരായ നിങ്ങളൊക്കെ തന്നെ യോഗം കുടുംബം ശേഖരിച്ച് കൊണ്ട് എത്തിച്ചാൽ മതി. ഇങ്ങനെ ദാറുൽഹുദയുടെ വിശുദ്ധിയിൽ മറ്റു കാര്യങ്ങളിലൊക്കെ തന്നെ ഉസ്താദന്മാരാണെങ്കിലും ഉസ്താദന്മാരുടെ സേവന വ്യവസ്ഥകൾ, സേവന രീതികൾ, പിന്നെ പഠിപ്പിക്കപ്പെടുന്ന വിഷയങ്ങളുടെ ശൈലി സ്വഭാവങ്ങൾ, ഇതിലൊക്കെ ഒരു പ്രത്യേകമായ പരിപ്രേക്ഷ്യം ദാറുൽഹുദക്ക് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അൽഹംദുലില്ലാ ദാറുൽഹുദ ഈ 42 കൊല്ലമായപ്പോൾ ഇന്നത്തെ ഈ അവസ്ഥയിലെത്തിയത്. ദാറുൽഹുദയുടെ ശില്പികള്, പ്രത്യേകിച്ച് അബ്ദുൽ അവർക്ക് എത്ര സൂക്ഷ്മമായാണ് ഞങ്ങളെ മക്കളെ വളർത്തിക്കൊണ്ടുവന്നത് എന്നാണ് ഉസ്താദ് പറയുന്നത്. അപ്പോ നമ്മളെപ്പോഴും ഹുദവികളെ ഇടയിൽ എപ്പോഴും ഇൻസ്പയർ ചെയ്യുന്ന ഒരു പ്രസംഗമാണ് ഹാജിയാരുടെ സ്വപ്നത്തെക്കുറിച്ചുള്ള പ്രസംഗം, ദാറുൽഹുദയെക്കുറിച്ചുള്ള സ്വപ്നത്തെക്കുറിച്ചുള്ള പ്രസംഗം. അപ്പൊ അതിലെ സ്വപ്നം കാണാനുള്ള അവകാശം നമ്മൾക്കുള്ളതാണ്, നിവർത്തിച്ചു തരുന്നവൻ പഠിച്ച തമ്പുരാനാണെന്ന് പറയുന്ന ആ സംസാരം എപ്പോഴും ഹുദവികളെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു സംഭവം ഒന്നാണ്. അപ്പോ ഞാൻ ചോദിക്കുന്നത്, ഇത്രയും ഹുദവികളോട് ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അവര് ശില്പികൾ ഹുദവികൾ എന്താവണമെന്ന് ഒരു സ്വപ്നം കണ്ടിട്ടുണ്ടാവും, അവരുടെ സ്വപ്നത്തിൽ ഹുദവികൾ എന്താവണമെന്നുണ്ടാവും. അപ്പൊ അങ്ങനെ ആ ഒരു സ്വപ്നത്തിലേക്ക് പാകിസ്ഥാനോട് ചോദിക്കുകയാണ് ആദ്യം, ആ സ്വപ്നത്തിലേക്ക് ഹുദവികൾ എത്തി എന്ന് ഉസ്താദ് വിലയിരുത്തുന്നുണ്ടോ? എന്താണ് ഉസ്താദിന്റെ അതിനെ കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ? അതിൽ നമ്മുടെ ഏറ്റവും വലിയ ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഈ ഹുദവി സ്ട്രെങ്ത് ആണ്, ഈ ഹുദവികളാണ്, ഈ അലുമിനിയസ് ആണ്. അപ്പൊ ഇവരുടെ ഒരു പ്രവർത്തനങ്ങളും ഇതും കാര്യങ്ങളും ഒക്കെ ആ ശില്പികളുടെ സ്വപ്നങ്ങളിലേക്ക് എത്തിയോ എന്നുള്ളതാണ് അതില് ഹുദവികൾ എത്രമാത്രം വിജയിച്ചിട്ടുണ്ടെന്ന് അവർ തന്നെ വിലയിരുത്തുന്നതായിരിക്കും കൂടുതൽ ഫലപ്രദം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുടുംബത്തിൽ മാത്രമല്ല, മഹല്ലത്തിൽ മാത്രമല്ല, മഹല്ല കമ്മിറ്റിയിൽ മാത്രമല്ല, കോളേജിൽ മാത്രമല്ല, യതീംഖാനയിൽ മാത്രമല്ല, സാർവത്രികമായി പോസിബിളാണോ ഇമ്പോസിബിളാണോ എന്ന് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇമ്പോസിബിളായ ഒരു കാര്യം പഠിച്ചോൻ പറയില്ലോ, കൽപ്പിക്കുകയില്ല. പഠിച്ചോൻ പറഞ്ഞ് നിങ്ങളൊക്കെ അങ്ങനെ ചെയ്യണം എന്ന്. അതിൻ്റെ ആയത്തെ ഞാൻ ഇപ്പോൾ ഇവിടെ ഓതണില്ല. പോസിബിളാണ്, ലോകത്ത് സംഭവിച്ചിട്ടുണ്ട്. പ്രവർത്തിക്കാതിരുന്നാൽ ഇതിനേക്കാൾ ദയനീയമായ തിക്ത പരിണതികളാണ് ഉണ്ടായത്. ഷഹാദത്ത് കലിമ 2 ഷഹാദത്ത് കലിമ ഉണ്ടല്ലോ, ഉച്ചരിക്കാൻ കഴിയാത്ത, ഫാത്തിഹ സൂറത്ത് ഓതാൻ അറിയാത്ത, അത്തഹിയാത്ത് അറിയാത്ത, നിസ്കരിക്കാൻ അറിയാത്ത 28 കോടിയോളം മുസ്ലിങ്ങളുണ്ടെന്നാണ് നമ്മുടെ പൊതു കണക്ക്. കേരളത്തിൽ പുറത്തുള്ള വിവിധ ഇന്ത്യൻ സ്റ്റേറ്റുകളിലുടനീളം സഞ്ചരിച്ച ആളുകളുടെ പരിചയം മുന്നിൽ വെച്ചുള്ള ഒരു ചർച്ചയിലാണ് ഈ ശതമാനം ഉരുത്തിരിഞ്ഞത്. ഇനിയും ആലസ്യത്തിൽ കഴിയുകയാണെങ്കിലോ ഇതിനേക്കാൾ കൂടും കോടികൾ. 28 കോടി, 32, 33, 34, 35 അങ്ങനെ ഉണ്ടാവുമോ? അങ്ങനെ ഉണ്ടാവും. ലോകത്ത് സംഭവിച്ചിട്ടുണ്ട്. ഞാൻ പാലി വിശദമായി കടന്നാൽ സമയം തികയില്ല. തുർക്കിയിലും 75-100 കൊല്ലം മുമ്പ് തുർക്കിയിൽ ഇതുണ്ടായി. 1920കളിൽ മുസ്തഫ കമാൽ വന്നു, പള്ളികൾ നിരോധിച്ചു, മൗലവിമാരെ നിരോധിച്ചു, പർദ്ദ നിരോധിച്ചു, പിന്നെ മദ്രസ നിരോധിച്ചു, ബാങ്ക് അറബിയിൽ നിരോധിച്ചു, ഇലാ ആഖിരിഹ. അങ്ങനെ ആയല്ലോ നാട്. അങ്ങനെ വരാം. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. അതുകൊണ്ട് ഇത് നിങ്ങളെ സംബന്ധിച്ചുള്ളതാണ്, ഹുദവികളെ കുറിച്ചുള്ള വളരെ ഗൗരവത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം. കേരളത്തിലെ മുസ്ലിമുകൾക്കുള്ള ഇസ്ലാമിക വിജ്ഞാനം എത്ര? 25, 35, 45 കൊല്ലം മുമ്പ് അന്ന് നിലവിലുണ്ടായിരുന്ന പാരമ്പര്യ സാമ്പ്രദായിക രീതിയിലൂടെ വാജിബാത്ത്, മുസ്തഹീലാത്ത്, നിസ്കാരത്തിൻ്റെ ശർത്ത്, ഫർദ് പഠിച്ചു എന്നതൊഴിച്ചാൽ ഫണ്ടമെൻ്റലി ഇസ്ലാമികമായി അവർക്ക് എന്താ അറിയാം എന്ന് അറിയില്ല. അങ്ങനെയായിരുന്നു അവരുടെ വിദ്യാഭ്യാസ രീതി. അത്രയെങ്കിലും ഉണ്ടായി, അൽഹംദുലില്ലാ. മറ്റുള്ളതിനെ അപേക്ഷിച്ച് വളരെ മെച്ചമാണ്.
അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്ന, ഇതിൻ്റെ തിക്തഫലങ്ങൾ കേട്ട് കണ്ട് അറിഞ്ഞ നിങ്ങളോടുള്ള ഉത്തരവാദിത്തമാണ്, നിങ്ങളോടുള്ള ഖിതാബാണ് അള്ളാഹു ചെയ്യുന്നത്. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ. അള്ളാഹിൻ്റെ ദീനിൻ്റെ ദഅവത്ത് നിങ്ങൾ നിർവഹിക്കണം. ആരോട് നിർവഹിക്കണം, എങ്ങനെ നിർവഹിക്കണം എന്നൊക്കെ അറിയുന്ന ആളുകളോടല്ല അത് പറയുക. പഠിച്ചവൻ പറയില്ലല്ലോ. പഠിച്ചവൻ എന്തെങ്കിലും അറിയാൻ പറയില്ല. അതുകൊണ്ട് അവനവൻ്റെ വ്യക്തിഗതമായ പുരോഗതി, വെൽഫെയർ മാത്രം നോക്കി ഈ ഭാരിച്ച ഉത്തരവാദിത്തം നിങ്ങൾ വിസ്മരിച്ച് നിങ്ങൾ വൃഥാവിലാക്കി കളയാൻ പാടില്ല എന്ന് സാന്ദർഭികമായി ഈ പശ്ചാത്തലത്തിൽ ഞാൻ ഓർത്തുകയാണ്. നമ്മളെ മുമ്പിലുള്ള വലിയ ഉത്തരവാദിത്തമാണ് ഉസ്താദ് വളരെ വൈകാരികമായി നമ്മളെ ഓർമ്മപ്പെടുത്തിയത്. ഹജിയാരൊക്കെ ഓർമ്മപ്പെടുത്തിയിരുന്നത് പോലെ അമേരിക്കൻ ഐക്യനാടുകളിൽ പോയി ഇംഗ്ലീഷിൽ ഫത്തുൽ മൊയ്ൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകളെ സ്വപ്നം കണ്ട ആ ഒരു ശില്പികളാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പൊ നമ്മുടെ മുമ്പിലുള്ള വലിയ ഉത്തരവാദിത്തമാണ് ഉസ്താദ് സൂചിപ്പിക്കുന്നത്. എനിക്ക് ബാബാക്കോട് ചോദിക്കാനുള്ളത്, ഹുദവികൾ ഇപ്പോൾ ഒരു ഡൈവേഴ്സ് കമ്മ്യൂണിറ്റിയാണ് എന്ന് പറഞ്ഞാൽ പലരും പല മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. ഉസ്താദന്മാരായി സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്നവരുണ്ട്, ഖതീബുമാരായി വർക്ക് ചെയ്യുന്നവരുണ്ട്, മുദരിസുമാരായി വർക്ക് ചെയ്യുന്നവരുണ്ട്, പിന്നെ മറ്റു കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, സ്കൂളുകളിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, അഡ്വക്കേറ്റ്സ്മാരുണ്ട്, ഈവൻ ജഡ്ജിമാർ വരെ നമ്മളെ ഇതിലേക്ക് കടന്നു വരുന്നുണ്ട്. പല മേഖലകളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങളെ ഒരു ഐഡിയൽ ഹുദവി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ കാണുന്ന ഒരു പിക്ചർ എന്താണ്? എന്താണ് അവരിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു ഹുദവി എന്ന് പറയുന്നത്? ഞാൻ പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല, ദാറുൽ സ്നേഹിക്കുന്ന എല്ലാവരും പ്രതീക്ഷിക്കുന്നത്, സാധാരണ ഒരു മുദരിസ്, സാധാരണ ഒരു ഖത്തീബ്, സാധാരണ ഒരു വക്കീൽ, സാധാരണ ഒരു ജഡ്ജി, ഇതാവരുത് ഒരു ഹുദവി. ഇതൊക്കെ ആവണം. ഇവർക്കൊക്കെ മാർഗദർശനം നൽകുന്ന ഒരു വക്കീൽ സമൂഹത്തിലാണ് ഒരു വക്കീൽ. ആ വക്കീൽ പ്രത്യേകിച്ച് മുസ്ലിം വക്കീൽമാർക്ക് മാർഗദർശനം നൽകാൻ കഴിയുന്ന ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ഹുദവി വക്കീൽ. ജഡ്ജിയാണെങ്കിൽ ജഡ്ജി സമൂഹത്തിന് മാതൃക കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ജഡ്ജി. മുദരിസുമാരാണെങ്കിലും അങ്ങനെ തന്നെ. കേവലം ഒരു മുദരിസായി ഏതെങ്കിലും പള്ളിയിൽ 10-50 കുട്ടികൾക്ക് ദർസ് നടത്തി കൊടുക്കുന്ന മുദരിസല്ല. മുദരിസ് സമൂഹത്തിന് ദിശ നിർണയിച്ചു കൊടുക്കാൻ കഴിയുന്ന ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള മുദരിസ്. വെറും പള്ളിയിലെ മെമ്പറിൽ കയറിയിരുന്ന് കുത്തുബ നിർവഹിച്ച് അവനാൻ്റെ ഉത്തരവാദിത്വം നിർവഹിച്ച് വീട്ടിലേക്ക് പോകുന്ന ഒരു ഖത്തീബല്ല. ശരിക്കും ദഅവ രംഗത്ത് പ്രവർത്തിക്കാൻ കഴിയുന്ന സമൂഹത്തെ, കാലത്തെ, വർത്തമാന സമൂഹത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ ഈ കാലികമായ രോഗങ്ങളെ പ്രതിരോധിക്കാൻ കഴിയുന്ന, ചികിത്സ നിർണ്ണയിക്കാൻ കഴിയുന്ന ഒരു ഖത്തീബായി നേതൃത്വം കഴിയുന്ന ഏത് മേഖലയിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും നമ്മുടേതായ ഒരു വാല്യൂ കാത്തു സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. അതോടൊപ്പം നമ്മുടെ ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കുകയും വേണം. തീർച്ചയായും നമ്മുടെ പൂർവികന്മാർ, ഞാൻ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട ഹൈദറുസ് ഉസ്താദ് പാവട്ടിയാരി, ഹൈദറുസ് ഉസ്താദ് റമദാനിൻ്റെ സുന്നത്ത് നോമ്പിന് കുളിയുടെ സുന്നത്ത് കീപ്പ് ചെയ്തിരുന്ന ഹൈദറുസ് ഉസ്താദാണ് ദാറുൽ ഹുദയുടെ സ്ഥാപകൻ. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഒരു ഡോക്ടറായിരുന്നിട്ട് പോലും ഇസ്ലാമിക ഐഡൻറ്റിറ്റിയിൽ ജീവിച്ച് മാതൃക കാണിച്ചു കൊടുത്താലാണ് പാവട്ടിയാരി. ഇവർ ഈ നിന്ന് പ്രതീക്ഷിക്കുന്നത് കേവലം ഈ രംഗത്ത് ചെയ്യൽ മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസുന്നത്ത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടുള്ള, അതിലൂടെ താൻ അഭിസംബോധന ചെയ്യുന്ന, താൻ അഭിമുഖീകരിക്കുന്ന ഖൗമ്, ഇതാണ് ദീൻ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഹുദവി ഈ രംഗത്തൊക്കെ പ്രവർത്തിക്കുമുണ്ടാക്കുന്ന കഴിയുന്ന നേട്ടം മറ്റാര് ചെയ്യുന്നതിനേക്കാളും വളരെ വലിയ നേട്ടമായിരുന്നു. അതാണ് ഈ വിനീതൻ്റെ പ്രതീക്ഷ. നമ്മുടെ പേഴ്സണൽ ലൈഫിലും സോഷ്യൽ ലൈഫിലും നമ്മൾ ഹുദവി ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കേണ്ടതിനെ കുറിച്ചാണ് ആചാര്യ പറയുന്നത്. ഞാൻ ഓർക്കുന്നത്, പണ്ടൊരിക്കലും ഒരു ദിവസം ഞങ്ങളെ ക്ലാസ്സിലേക്ക് ഹാജിയാർ കടന്നു വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞ കാര്യം, നിങ്ങളെല്ലാവരും അള്ളാഹുവിന്റെ വലിയ ആകണം എന്നാണ്. ഓരോരുത്തരും നിങ്ങൾ അള്ളാഹുവിന്റെ വലിയ ആകണം എന്ന് പറഞ്ഞ ഒരു സംഭവം എന്റെ മനസ്സിലേക്ക് കടന്നു വരും.
അപ്പൊ നമുക്ക് സമയപരിമിതമായിട്ട് അടുത്ത ഇതിലേക്ക് പോവാണ്. ഉസ്താദ്, നമ്മള് ഇപ്പോൾ ഹുദവികളുടെ പല രംഗങ്ങളിലും ഹുദവികൾ എത്തിയിട്ടുണ്ട്. ഒരുപാട് ഇന്റർനാഷണൽ തലത്തിൽ തന്നെ അറിയപ്പെട്ട ഒരുപാട് ഹുദവികളുണ്ട്, പല രംഗങ്ങളിലും എത്തി. പക്ഷെ എന്നാൽ പോലും നമ്മുടെ കഴിഞ്ഞ 40 വർഷങ്ങൾ കഴിയുന്ന ഈ അവസരത്തിൽ ഇപ്പോ വളരെ അക്ലൈംഡ് ആയിട്ട് അല്ലെങ്കിൽ വളരെ പ്രസിദ്ധരായ അല്ലെങ്കിൽ ലോകത്ത് മുഴുവനും അറിയപ്പെടുന്ന രീതിയിലുള്ള പണ്ഡിതന്മാര്, ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ സയ്യിദ് റംദാൻ ബൂത്തിയെ പോലുള്ള പ്രശസ്തരായ പണ്ഡിതന്മാർ, അലി സാബൂനിയെ പോലുള്ള ആളുകൾ, അല്ലെങ്കിൽ നിലവിലുള്ള കുറെ പണ്ഡിതന്മാർ, ആ ഒരു തരത്തിലേക്കുള്ള ഒരു പണ്ഡിതന്മാരെ വളരെ ചുരുങ്ങിയ ഒരു 10 പേരെയെങ്കിലും നമുക്ക് 5 പേരെയെങ്കിലും നമ്മളെ ഇടയിൽ നിന്ന് വരാനുള്ള ഒരു അവസരം ഉണ്ടായി എന്ന് ഉസ്താദ് വിചാരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ വളർത്തിയെടുക്കാൻ കഴിയുന്നില്ല എന്നൊരു തോന്നൽ ഉസ്താദിനുണ്ടോ? ഏറ്റവും മിനിമം വഹാബി ഉസ്താദിനെ പോലുള്ള നമ്മുടെ ഈ കാലിക സാഹിത്യ പറയുകയാണെങ്കിൽ ഉസ്താദിനെ പോലുള്ള അല്ലെങ്കിൽ ഉസ്താദിനെ പകരം വെക്കാൻ കഴിയുന്ന ആളുകൾ ഹുദവി സമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനോട് ഉസ്താദിന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും? ദാറുൽ ഹുദയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വെച്ച് പരിശോധിച്ച് നോക്കിയാൽ ലോകത്തിൻ്റെ നാനാഭാഗത്തുമുള്ള മുസ്ലിങ്ങളിലേക്ക് ദഅവത്ത് നിർവഹിക്കാൻ പറ്റിയവരാകണം അവർ എന്നതാണ്. അതിനുള്ള അടിസ്ഥാനപരമായ ക്വാളിഫിക്കേഷൻ അവർക്കുണ്ട്, നൽകപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്കും അത് ബോധ്യമുള്ളതാണ്. ഇംഗ്ലീഷ്, അറബി, ഉറുദു, ഹിന്ദി ഭാഷകൾ ഹുദവികളെല്ലാം പാഠ്യപദ്ധതി ക്രമങ്ങളനുസരിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പുറമെ ഫ്രഞ്ച് ഭാഷ, ജപ്പാനീസ് ഭാഷ, മലായി ഭാഷ, പാർസി ഭാഷ, ഇങ്ങനെ പല ഭാഷകളും പഠിക്കുകയും അതിൽ പരീക്ഷ എഴുതുകയും ഇത് കൈകാര്യം ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവരും ഹുദവികളിലുണ്ട്. പക്ഷേ അതോടുകൂടി ഒരു സമൂഹത്തിന് നേതൃത്വം നൽകുന്ന പ്രവർത്തനങ്ങൾ എന്നാൽ അത് വേറെ ചില രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ്. ഇപ്പോൾ 10 കൊല്ലം 20 കൊല്ലം 25 കൊല്ലമൊക്കെ പള്ളിയിൽ ദർശനം നടത്തുന്ന ഒരു മുദർരിസ് ഉദാഹരണം, ദീനിനുള്ള വലിയൊരു സേവനം തന്നെയാണ്. ജാമിയാനൂരി ഉസ്താദുമാരായ നേതൃപരമായ പങ്കുവഹിച്ച ശംസുലുലമ എ.കെ. ഉസ്താദ്, കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ തുടങ്ങിയുള്ള വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ ചെയ്തത് വലിയ മഹത്തായ വൈജ്ഞാനിക സേവനങ്ങളാണ്. പക്ഷേ പഴയ കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായി ലോകം ചെറുതായി. എല്ലാ ആളുകളും എല്ലാ മേഖലകളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഒരു മതവിദ്യാഭ്യാസ രംഗം മാത്രമല്ല, സാധാരണക്കാരായ ആളുകൾ വരെ അവർക്ക് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ പുതിയ പുതിയ കാഴ്ചപ്പാടുകൾ, സാങ്കേതിക പരിജ്ഞാനങ്ങൾ ഒക്കെ ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക്, ചെറിയ തോതിൽ അല്ലെങ്കിൽ വലിയ തോതിൽ സകല ജനങ്ങൾക്കും ഇന്ന് ഏറെക്കുറെ അറിയാം. പണ്ട് കാലത്ത് അങ്ങനെ അറിയില്ല. പണ്ട് കാലത്ത് അവനവൻ്റെ പഞ്ചായത്തിൻ്റെ പുറത്ത് യാത്ര ചെയ്യാത്ത പരസഹസ്രം ആളുകളുണ്ടായിരുന്നു. സംവിധാനങ്ങളില്ല, ചുറ്റുപാടുകളില്ല. ഈ കാലഘട്ടമാകുമ്പോൾ ഇസ്ലാമിക പ്രവർത്തനങ്ങളും ഇങ്ങനെയുള്ള വൈജാത്യവും വൈപുല്യവും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ആളുകളുടെ സാമ്പത്തിക മേഖലകളിൽ, വൈജ്ഞാനിക മേഖലകളിൽ, കുടുംബ രംഗങ്ങളിൽ തുടങ്ങിയുള്ള സകല സ്ഥലത്തും അവർക്ക് ഇസ്ലാമികമായ മാർഗദർശനം ആവശ്യമാണ്. പണ്ട് കാലത്ത് അതില്ല. അപ്പം അതുകൊണ്ട് ഹുദവികളായ നിങ്ങളുടെ കൂട്ടത്തിൽ മികച്ച കുറേ ആളുകളെങ്കിലും ആ രംഗത്തേക്ക് തിരിയുക കൂടി വേണം. അല്ല, യോഗ്യത ഉണ്ടായാൽ മാത്രം പോരല്ലോ. ഇൻഷാ അല്ലാഹ് ഈ പ്രാവശ്യം ഈ ഇൻസിജാമിൻ്റെ ഒരു പ്രതിഫലനം എന്ന നിലക്ക് അതിനുവേണ്ടി ബോധപൂർവം നമുക്കൊരു പദ്ധതി ആവിഷ്കരിക്കാം. ഇൻഷാ അല്ലാഹ് വിജയകരമാവാൻ പരാജയമൊന്നും വരില്ല. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിക്കുമാറാകട്ടെ. ഇതുവരെ വന്ന ആളുകളുടെ കൂട്ടത്തിൽ ചിലരൊക്കെ ഉണ്ട്, അത് വേണ്ടത്ര തൃപ്തികരമായിട്ടില്ല. അമേരിക്കയിൽ നമ്മുടെ ഹുദവി വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അവിടെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾ എടുത്താൽ വിവിധ രാഷ്ട്രങ്ങളിൽ അവർ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓസ്ട്രേലിയയിൽ വരെ ഹുദവികളുണ്ട്. ഏഷ്യയിൽ, ആഫ്രിക്കയിലൊക്കെ ഉണ്ട്. അവിടെ അവാർഡ് വാങ്ങിയ ഡോക്ടർ സയ്യിദ് ഹുദവി ഉണ്ടല്ലോ, മൂപ്പരെ കുപ്പായ ആരും പലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. അത് ആഫ്രിക്കൻ പണ്ഡിതന്മാരുടെ ഒരു വേഷമാണ് ആ കുപ്പായം. അവരത് കുറേ നിറം ഭംഗിയും ചുരുക്കവും കളറൊക്കെ ഉണ്ടാവുമെന്ന് മാത്രം. അപ്പോൾ നമ്മളെ കേരളീയ പശ്ചാത്തലം, ഹുദവി സാഹചര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് വെളുത്തതാണ് ഇട്ടിട്ടുള്ളത്. ആഫ്രിക്കയിലുള്ള മൊയ്ലിയന്മാരൊക്കെ ഓരോ കളർ കുപ്പായങ്ങളടങ്ങുന്നത് ആ കോലത്തിലവിടെ. അപ്പം മൂപ്പര
അഫ്രീഖിയത്ത് സംരക്ഷിക്കാൻ വേണ്ടിയാണ് ആ കുപ്പായിട്ട് വന്നിട്ടുള്ളത്. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഇത് എവിടെയും കാണാത്തൊരു കുപ്പായ എന്ന ഇസ്തിഗ്റാബ് വേണ്ട. ആഫ്രിക്കയിൽ അവിടെ ഒരു സർവകലാശാലയിൽ യോബെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇസ്ലാമിക് അറബിക് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായി പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ അവിടെ ഒരുപാട് മദ്രസകൾ ഉണ്ടാക്കാൻ, പള്ളികൾ പണിയാൻ ഒക്കെ തൻ്റെ സഹപ്രവർത്തകന്മാരുടെ, പ്രത്യേകിച്ച് ഹുദവി കൂട്ടുകാരിൽ പലരുടെയും സഹായ സഹകരണങ്ങൾ ഉപയോഗപ്പെടുത്തി അവിടെ ഒരുപാട് ബാഹ്യ രംഗത്തുള്ള പ്രകടനങ്ങൾ, പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ചെയ്യാൻ കഴിയും. ആഫ്രിക്ക എന്ന രാജ്യങ്ങളിലെ ആളുകളൊക്കെ വളരെ പിന്നണിയിലാണ്. അങ്ങനെയുള്ള ആളുകളെ മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യണമെന്ന ഈ ഉദവീയത്തിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് അന്ധച്ചോദന ഉണ്ടായത് കൊണ്ടുകൂടിയാണ് അദ്ദേഹം ഈ പ്രവർത്തന രംഗത്ത് വരികയും അങ്ങനെ വളരെ ഞങ്ങളവിടെ പോയിരുന്നു. അദ്ദേഹത്തിൻ്റെ യൂണിവേഴ്സിറ്റിയിലെ സെമിനാറിൽ പങ്കെടുത്തിരുന്നു. അവിടെയുള്ള പല മഹല്ലത്തുകളിലും അവിടെ നിർമ്മിക്കപ്പെട്ട പള്ളികളിലും മദ്രസകളിലും ഒക്കെ പങ്കെടുത്ത് അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി അള്ളാഹു അത്തരം പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യുവാൻ അവസരങ്ങൾ ഉണ്ടാക്കി തരട്ടെ. ആമീൻ എന്നുകൂടി ദ്വാരക്കണം. അതായത് അടുത്തൊരു 15-20 വർഷം അല്ലെങ്കിൽ 2050 ആകുമ്പോഴേക്കും അത്തരത്തിലുള്ള ഒരു 10 പണ്ഡിതന്മാരെങ്കിലും വാർത്തെടുക്കുന്ന രീതിയിലേക്ക് ഒരു പ്രത്യേക ട്രാക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ നമ്മുടെ ഭാവിയുടെ ഭാഗമായി ആലോചിക്കാമെന്നാണ് അത് പറഞ്ഞു വരുന്നത്. ഇൻഷാ അല്ലാഹ്. അപ്പൊ അതിന്റെ മറ്റൊരു വശത്തിലേക്ക് ഞാൻ പോകുന്നത്, ബാവാക്കയോട് ചോദിക്കുന്നത്, ഇപ്പൊ ദാറുൽ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നമ്മൾ 40 വർഷങ്ങൾ കഴിഞ്ഞു. ഇപ്പൊ നിങ്ങളിങ്ങനെ പിന്നോട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ചാലഞ്ച് എന്താണ്? നമ്മുടെ ഫണ്ടിങ്ങിന്റെ പ്രശ്നങ്ങളാണോ, അതല്ല ഹ്യൂമൻ റിസോഴ്സ് നമ്മുടെ എഫിഷ്യന്റ് ആയിട്ടുള്ള ആളുകളെ കിട്ടാത്തതാണോ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാൻ? എവിടെയാണ് ഏറ്റവും വലിയ ചാലഞ്ച് നിങ്ങൾ അനുഭവിക്കുന്നത്? അതോടൊപ്പം തന്നെ മുന്നോട്ട് പോകുമ്പോൾ ദാറുൽ ഹുദയുടെ സാമ്പത്തിക വിഷയങ്ങളും നമ്മുടെ പ്രോജക്റ്റുകളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ മാറ്റങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ പുതിയ രീതികളാണ് നിങ്ങൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ദാറുൽ ഹുദയുടെ മുമ്പിലുള്ള ചാലഞ്ച് സ്വാഭാവികമായും ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ സാമ്പത്തികം ഒരു ചാലഞ്ച് തന്നെയാണ്. പക്ഷെ അതൊരു വലിയ ചാലഞ്ചായി തോന്നുന്നില്ല. അത് ഉണ്ടാക്കിയാൽ ഉണ്ടാകുന്ന വിഷയമാണ്. കുറേയും കൂടിയൊക്കെ പുതിയ പുതിയ പദ്ധതികൾക്ക് ആവിഷ്കരിച്ച് സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്താനുള്ള മാർഗമുണ്ടായാൽ അത് പരിഹരിക്കപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ പലപ്പോഴും പലരും പണ്ടും ഇന്നും പറയുന്നതാണ് സ്ഥിര വരുമാനം എന്നുള്ള ഒരു. സ്വാഭാവികമായും ദാറുൽ ഹുദ മാനേജിംഗ് കമ്മിറ്റി ആ വഴിക്ക് ചിന്തിച്ചിട്ടുമില്ല. നമ്മൾ സ്ഥിര വരുമാനം എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഹുദവികളാണ്. നമ്മൾ സ്ഥിര വരുമാനം അവർ എല്ലാവരും കൂടി ഒരു 3000 ഹുദവികൾ അൽഹംദുലില്ലാഹ് ഏറ്റവും ചുരുങ്ങിയ ദാറുൽ ഹുദയുടെ ഒപ്പം നിൽക്കുന്ന ഹുദവികളുണ്ടാവും. അവരൊന്ന് മനസ്സ് വെച്ചാൽ ദാറുൽ ഹുദക്ക് സാമ്പത്തികം എന്നുള്ളത് ചിന്തിക്കേണ്ട പോലും ഇല്ല. അതങ്ങനെ അവരോട് അത്ര നമ്മൾ ആ നിലക്ക് ഇറങ്ങിച്ചെന്ന് പറഞ്ഞിട്ടുമില്ല. നമ്മൾ ഒരു ഇതാണല്ലോ. അതല്ലാതെ അങ്ങനെ ഒരു കുടുക്ക് വരുമ്പം ഇൻഷാ അല്ലാഹ്. പക്ഷേ കുടുങ്ങരുത് എന്നുള്ള നിലക്ക് ഉദവികൾ ഇപ്പം തന്നെ അതിനനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ ഇനിയും ഇൻഷാ അല്ലാഹ് പുതിയ പുതിയ പദ്ധതികൾ നമുക്ക് നിഷ്പ്രയാസം ചെയ്യാൻ കഴിയും. അതൊരു വെല്ലുവിളിയായി തോന്നുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. പിന്നുള്ള ഒരു വെല്ലുവിളി ഹ്യൂമൻ റിസോഴ്സ്. ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുമ്പം നമ്മൾ അതൊരു ചെറിയ വെല്ലുവിളിയായി വരുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അത് വെല്ലുവിളിക്ക് അടിസ്ഥാനപരമായ കാരണങ്ങളും ഉണ്ട്. അതായത് നമ്മളെ 40-ലധികം സ്ഥാപനങ്ങൾ നമ്മളെ കീഴിലുണ്ട്. ഈ സ്ഥാപനങ്ങളിൽ അധ്യാപകരുടെ കഴിവും യോഗ്യതയും അതൊരു വലിയ ഘടകമാണ്. അവിടെ നമ്മുടെ സ്ഥാപനങ്ങളിലെ കുട്ടികളുടെ നമുക്കൊക്കെ ദാറുൽ ഹുദയിലുണ്ടായിരുന്ന ഇപ്പം ഉസ്താദന്മാരെ സംബന്ധിച്ചിടത്തോളം ദാറുൽ ഹുദയിലെ കുട്ടികൾക്ക് ഈ കഴിവും യോഗ്യത ഒക്കെ ഉണ്ടാക്കിയത് കുട്ടികൾക്ക് വേണ്ടി കമ്മിറ്റഡായിട്ട് എന്ത് ബുദ്ധിമുട്ടുകളുണ്ടായാലും ശരി അവരെ പഠിപ്പിച്ച് വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളൊരു ആത്മാർത്ഥമായ മനസ്സോടുകൂടി അവർക്ക് കുട്ടികൾക്ക് വേണ്ടി ത്യാഗം ചെയ്യാൻ കഴിയുന്ന അധ്യാപകർ. ഇപ്പം പുതുതായി വരുന്ന 2 വർഷം ദാറുൽ ഹുദ നിഷ്കർഷിച്ച ആ ഒരു കാലയളവ് ജോലി ചെയ്ത് സേവനം ചെയ്ത് പിന്നെ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടിപ്പോകുന്നത് കൊണ്ട് കഴിവും പ്രാഗൽഭ്യവുമുള്ള അതിൽ അനുഭവ സമ്പത്തുള്ള അധ്യാപകരുടെ ആ ഒരു ഷോർട്ടേജ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ, അതൊരു വലിയ വെല്ലുവിളിയായി നമ്മൾ മുമ്പിലുണ്ടോ എന്നുള്ളൊരു സംശയം സംബന്ധിച്ചിടത്തോളം. ഇതുകൊണ്ട് ഈ രംഗത്തിൽ നിന്ന് നമ്മൾ ഓരോരുത്തരായി പിന്തിരിഞ്ഞു പോയാൽ നമ്മളെല്ലാവരിലും കൂടി അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം പൂർത്തീകരിക്കപ്പെടാതെ പോകുമെന്ന് എല്ലാവരും ആ വെല്ലുവിളിക്ക് ഉത്തരമായി മനസ്സിലാക്കണമെന്ന് സാന്ദർഭികമായി. ബാപ്പുട്ടിയാജി പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ സാമ്പത്തികമായി സ്വയം പര്യാപ്തത വന്നാൽ നമുക്കത്
ഫിത്നയാകും എന്ന് പറഞ്ഞാൽ പരീക്ഷണം. അതൊരു വസ്തുതയാണ്. നിങ്ങൾക്ക് പലർക്കും ഉൾക്കൊള്ളാൻ പ്രയാസം ഉണ്ടായിരിക്കാം. ഒരാൾക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് വസ്തുത അല്ലാതെ വരില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. വടക്കേ ഇന്ത്യയിലെ സഹാറൻപൂർ ജില്ലയിലെ, യു.പിയിലെ സഹാറൻപൂർ ജില്ലയിലെ ദിയോബന്ദ് 1.5 നൂറ്റാണ്ടിലധികം പഴക്കമുണ്ട് അവിടുത്തെ സ്ഥാപനത്തിന്, ദാറുൽ ഉലൂം. ഇപ്പോൾ 1.5 നൂറ്റാണ്ട് സുമാർ. അവിടെ 1980-കളിൽ 55 കൊല്ലം മുമ്പ് ചില അനിഷ്ട സംഭവങ്ങളുണ്ടായി. സാമ്പത്തികമായ കടിവലി അല്ലെങ്കിൽ പിടിവലി 2 ഗ്രൂപ്പായി. എ ഗ്രൂപ്പ് ബി ഗ്രൂപ്പിനെ പറ്റി എഴുതി അവരുടെ കയ്യിലുള്ള സ്വത്തൊക്കെ ഗനീമത്തിൻ്റെ സ്വത്താണ്, കിട്ടണവർക്കൊക്കെ വാരി വലിച്ച് കൂട്ടാണ്. ബി ഗ്രൂപ്പ് എ ഗ്രൂപ്പിനെ പറ്റി തത്തുല്യമായ പ്രചരണങ്ങൾ നടത്തി. രത്നസംഗ്രഹം ഞാൻ പറഞ്ഞു. എന്തുണ്ടായിന്നറിയോ? 2 ദാറുൽ ഉലൂമുണ്ട് ഇപ്പോൾ. സൂക്ഷ്മമായി അറിയുന്ന ആളാണെങ്കിൽ ഉസ്താദേ നിങ്ങളിപ്പോൾ എവിടെ? ഞാൻ ദൈവബന്ധില. ഏത് ദൈവബന്ധിലാന്ന് ചോദിക്കണം. 2 ദൈവബന്ധുണ്ട്. 2ൻ്റെ പേര് ദാറുൽ ഉലൂം എന്നാണ്. ഒന്നിൻ്റെ പേരിൽ ബ്രാക്കറ്റിൽ വഖഫ് എന്നുണ്ടാവും. നമുക്ക് തിരിച്ചറിയാണ്. ഇതിപ്പോൾ നിലവിലുള്ളതാ. നമ്മളെ കണ്ണെത്താത്ത ദൂരത്തായതുകൊണ്ട് ആർക്കും അത് അറിയണില്ല എന്ന് മാത്രം. എന്താ സംഭവിച്ചതെന്താ? സാമ്പത്തികമായി സ്വയം പര്യാപ്തത ഉണ്ടായി എന്നതാണ് സംഭവിച്ചത്. ഇനി തദ്വിഷയകമായി കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ള ആൾക്കാർ ഒറ്റക്ക് കാണുമ്പോൾ വേണമെങ്കിൽ സംസാരിക്കാവുന്നതാണ്, അല്ലെങ്കിൽ അന്വേഷിക്കാവുന്നതാണ്. സാമ്പത്തികമായി സ്വയം പര്യാപ്തത ഉണ്ടായാൽ അങ്ങനെയാണ്. പിന്നെ നിർബന്ധമല്ലാത്ത വിഷയങ്ങളിലേക്ക് ശ്രദ്ധ തിരിയാൻ തുടങ്ങി. അതായത് കുട്ടികളെ കസാലൊക്കെ ഒന്ന് മാറ്റുക, ഇരിക്കണ കസാല ഇങ്ങനത്തെ ആക്കുക. ഉദാഹരണം, പിന്നെ മെനുവിലൊക്കെ ഒന്ന് മാറ്റം വരുത്തിയിട്ട് അതിൽ പിന്നെ ബിരിയാണി, തന്ത്രി, മന്ത്രി അതൊക്കെ കൂട്ടിക്കൊടുക്കുക. അതുപോലെ കുട്ടികളെ സൗകര്യങ്ങൾ പീരീഡ് കുറച്ച് കുറച്ചു കൊടുക്കുക, പഠനം സുഖകരമാകാൻ വേണ്ടി. ഇങ്ങനെ പല മാറ്റങ്ങളുണ്ട്. ഇത് കുറച്ച് ത്യാഗപൂർണമായ ഒരു ഏർപ്പാടാണ്. അതാണ് അല്ലാഹു തആല അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ആ ത്യാഗം സഹിച്ചുവെങ്കിലേ അതിന് കിട്ടുള്ളൂ. അപ്പോഴത് കിട്ടുള്ളല്ലോ. ഒരു കുട്ടി ഉണ്ടായാലും മാത്രമാണ് ലക്ഷ്യമെങ്കിൽ ഏതെങ്കിലും ചൈൽഡ് ഹോം ഒന്ന് കുട്ടീനെടുത്താൽ മതി. കുട്ടീനെ പ്രസവിച്ചുണ്ടാക്കണമെങ്കിലോ കുറച്ച് മെനക്കെടാം. പ്രസവവേദന സഹിക്കുക തന്നെ വേണം. ആ കുട്ടീനെ 2 കൊല്ലം നോക്കുക തന്നെ വേണം. മകൾ എന്ന നിലക്ക് നോക്കണം. അപ്പോഴേ മാതൃസ്നേഹം ആ കുട്ടിയിലുണ്ടാവുള്ളൂ. അതൊക്കെ ഓരോ മനുഷ്യപ്രകൃതിക്ക് അള്ളാഹു സംവിധാനിച്ച ഓരോ ഏർപ്പാടുകളാണ് എന്നതുപോലെ തന്നെ അതും. അതുള്ള അമ്പിയാ മുർസലീങ്ങളൊക്കെ ത്യാഗങ്ങളെപ്പറ്റി അള്ളാഹു ഇങ്ങനെ മേൽക്കുമേൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. മുത്തനബിക്ക് ഇങ്ങനെ വല്ല ബുദ്ധിമുട്ടും സഹിക്കേണ്ടതുണ്ടായിരുന്നോ? രാജകുമാരനായിരുന്നല്ലോ. അബ്ദുൽ മുത്തലിബിൻ്റെ മോന. അബ്ദുൽ മുത്തലിബ് നാട്ടുരാജാവാ മക്കത്ത്. സർവ്വതാരും ആദരിക്കപ്പെട്ടിരുന്ന വ്യക്തിയാണ്. അങ്ങനെ കല്ലെടുത്തറിയപ്പെടുന്ന ആളാ അല്ല. ഓരോ നബിയും അങ്ങനെയാണ്, മുത്തലിബ് മാത്രമല്ല. അപ്പോൾ അതിനുള്ള കോൺസെൻട്രേഷൻ മറ്റൊടുന്ന് കിട്ടും. അതാണ് ഇത്രയൊക്കെ ബുദ്ധിമുട്ടും ത്യാഗവും കഷ്ടപ്പാടൊക്കെ സഹിച്ചിട്ട് പഠിച്ച് എന്നിട്ട് പിന്നെ സേവനം ചെയ്യുമ്പോൾ തന്നെ അതിന് ശമ്പള വേതന വ്യവസ്ഥകൾ, അതുപോലെ മാനേജ്മെൻറ്റിൻ്റെ ഉച്ചനീചത്വങ്ങൾ, ഇങ്ങനെ ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളുണ്ടാവും. അതിനൊക്കെ അനുസരിച്ചുള്ള നഷ്ടപരിഹാരം അല്ലെങ്കിൽ അതിനനുയോജ്യമായ മികച്ച പ്രതിഫലം അല്ലാഹു തആല ആഖിറത്തിൽ തരും. അതുകൊണ്ട് അത്തരം അടിസ്ഥാന യാഥാർത്ഥ്യങ്ങൾ വിസ്മരിച്ചുകൊണ്ട് ദീനീ സംരംഭങ്ങളും പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല എന്ന് ചുരുങ്ങിയത് നിങ്ങളെങ്കിലും മനസ്സിലാക്കണം. എത്രയോ ആളുകൾ ശുപാർശ ചെയ്യുന്നത് ചെറിയൊരു ഫീസ് വെച്ചൂടെ. ചെറിയൊരു ഫീസ് പറഞ്ഞാൽ 3000 രൂപ, 3500, 4500 ഇപ്പോൾ ചെറിയ ഫീസ്. ഉദാഹരണമായി ചിലർ വിഭാവനം ചെയ്യുന്നത്. ദാറുൽ പഠിക്കുന്ന 2000 കുട്ടികളുടെ അടുത്ത് നിന്ന് 3500, 4500 രൂപ ഫീസ് വാങ്ങിയാൽ വല്ല
പ്രയാസമുണ്ടോ? ആളുകളൊക്കെ ഇല്ലല്ലോ, പ്രയാസമില്ല. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല ഈ സംരംഭം കൂടുതൽ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖും അനുകൂല സാഹചര്യങ്ങളും ഒരുക്കി തരുമാറാകട്ടെ. ആമീൻ. സസ്റ്റൈനബിളായിട്ടുള്ള ഒരു ഇൻകമിനുള്ള പ്രോജക്റ്റുകൾ വേണ്ടതില്ല എന്ന അഭിപ്രായത്തിലേക്കാണ് ഉസ്താദും പിന്നെ ബാവാക്കൊക്കെ പറയുന്നത്. എന്നാൽ പോലും ഒന്നുകൂടി ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോൾ നമുക്കിപ്പോൾ ഇസ്ലാമിൽ തന്നെ വഖഫ് എന്ന് പറയുന്ന സംവിധാനം തന്നെ യഥാർത്ഥത്തിൽ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഇൻകം വരുന്നതിനുള്ള സംവിധാനങ്ങളാണ്. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് അനുവദിക്കപ്പെട്ട സംവിധാനങ്ങൾ നമുക്ക് പിന്നെ മാനേജ് ചെയ്ത് കൊണ്ട് പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ പോലും അതിന്റെ നമ്മുടെ പ്രവർത്തനങ്ങൾ ഒരു പരിധിവരെ സഹായിക്കുന്നതിന് ഗുണം ചെയ്യൂലേ? ഭാവിയിലെ കുറിച്ച് ആലോചിച്ചുകൂടെ എന്ന് ഒന്നുകൂടി. അത് വേണ്ടെന്നുള്ള കാഴ്ചപ്പാട് തീരെ ഇല്ല. കാരണം വഖഫിലൂടെ അള്ളാഹുവിൻ്റെ ശരീഅത്ത് ഉദ്ദേശിച്ചിട്ടുള്ളത് ഉമ്മത്തിൻ്റെ സാമ്പത്തികമായ സുസ്ഥിരത, ഐക്യം, മികവ്, മെച്ചം ഒക്കെയാണ്. ആ വഖഫിലൂടെ ധാരാളം അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ 30,000-40,000 വിദ്യാർത്ഥികൾ സൗജന്യ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത് വഖഫിലൂടെയാണ്. ഏതെങ്കിലും രാജാവോ പ്രധാനമന്ത്രിയോ സംഭാവന ചെയ്യല്ല, വിശദീകരണം വിടുകയാണ്. അങ്ങനെ ലോകത്തിൻ്റെ നാനാഭാഗത്തും വലിയ വലിയ സംരംഭങ്ങൾ നടക്കുന്നുണ്ട്. നടത്താൻ കഴിയും, നടത്തണമെന്ന് തന്നെയാണ് ശരീഅത്തിൻ്റെയും താല്പര്യം. വഖഫ് എന്ന് പറഞ്ഞാൽ തന്നെ മഹബൂസ് ആയ സ്വത്ത് എന്നാണല്ലോ. ഇന്ന സംരംഭത്തിന് വഖഫുൻ അലാ കഥ, വഖഫുൻ ലി ഫുലാൻ, വഖഫുൻ ലി ഉസ്റത്തി ഫുലാൻ, ഉദാഹരണം. അപ്പോൾ അവരുടെ ഭൗതികമായ ശ്രേയസ്സും പുരോഗതിയും തന്നെയാണ് ശരീഅത്ത് അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മൾ അങ്ങനെ സ്വപ്നം കാണാതിരിക്കാൻ കാരണം നമ്മുടെ ദൈനംദിന ജീവിതം മുന്നോട്ട് പോകാൻ തന്നെ പ്രയാസപ്പെടുന്നുണ്ട് എന്ന നിലവിലുള്ള തിക്തമായ പശ്ചാത്തലത്തിലാണ് എന്നതിന് അടിവരണം. ബാക്കിയൊക്കെ സ്വാഗതാർഹത. ഹ്യൂമൻ ക്യാപിറ്റലിനെ കുറിച്ച് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സിനെ കുറിച്ച് പാവൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ പലരും എന്നെ പോലുള്ള പല ആളുകൾ നമ്മൾ പ്രവാസികളൊക്കെ പ്രവാസം നിർത്തി ഇങ്ങോട്ട് വരണം എന്നാണ് പലപ്പോഴും അത് പറയാറുള്ളത് പോലെ ഞാൻ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം ബാവക്കയുടെ പോകുന്നത് ദാർഹുദയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മുന്നോട്ടുള്ള യാത്രയിൽ ഇപ്പോ നമ്മുടെ ഒരു ദാർഹുദയുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഉസ്താദിന്റെ വ്യക്തിത്വം ദാർഹുദയുടെ ഐഡന്റിറ്റിയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതിനു പുറമെ നമ്മളൊരു സംഘടനാ സംവിധാനത്തിനുള്ളിലാണെങ്കിൽ പോലും ദാർഹുദയ്ക്ക് ദാർഹുദയുടേതായ ഒരു ഐഡന്റിറ്റിയും ഒരു വ്യക്തിത്വവും അതുപോലെ തന്നെ അതിൻ്റെതായ ചില മൂല്യങ്ങളും ഒക്കെ മുന്നോട്ട് വെച്ചിട്ടാണ് ദാർഹുദ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നിലവിലുള്ള നമ്മുടെ സാഹചര്യത്തിൽ നമുക്ക് ഒരുപാട് ചാലഞ്ചുകൾ ഉണ്ട് താൻ. അപ്പൊ നമ്മുടെ ഒരു ഇത് ലീഡർഷിപ്പിന്റെ തുടർച്ച എന്നുള്ളത് വളരെ പ്രധാനമാണ്. ദാർഹുദയുടെ മുന്നോട്ട് പോക്കിൽ ആ ലീഡർഷിപ്പിന്റെ തുടർച്ച വ്യക്തികളുണ്ട്. അതോടൊപ്പം തന്നെ ആ വ്യക്തികളൊപ്പം നമ്മൾ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ലെവലിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനപരമായ ഒരു രീതിയിൽ അത് അടുത്ത തലമുറയിൽ കൈമാറപ്പെടുമ്പോൾ പോലും ദാർഹുദയുടെ വ്യക്തിത്വവും ദാർഹുദയുടെ ഐഡന്റിറ്റിയും നിലനിർത്തുന്നെന്ന് ഉറപ്പുവരുത്താൻ എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ പ്ലാനുകളുണ്ടോ? അതുമായി ബന്ധപ്പെട്ട ചിന്തകൾ എന്താണ് എന്നത് അറിയാൻ താല്പര്യമാണ്. അതോടൊപ്പം തന്നെ അതുകൊണ്ട് ചേർത്ത് സമയം കുറവായതുകൊണ്ട് ഞാൻ ചേർത്ത് ചോദിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഹുദവികളുടെ ഒരു പങ്കാളിത്തം ദാർഹുദയുടെ മുന്നോട്ട് പോക്കിൽ അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലാവട്ടെ, അതല്ലെങ്കിൽ ദാർഹുദ അക്കാഡമിക് ലെവലിലാവട്ടെ, ദാർഹുദയുടെ മറ്റുള്ള എല്ലാ ലെവലിലും ഒരുപാട് ഹുദവികൾ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം അതിൻ്റെ ആ ഒരു പ്രാതിനിധ്യം ഇപ്പോഴുള്ള നിലവിൽ അത്ര മതിയോ? അതിനപ്പുറത്തേക്ക് ദാർഹുദയുടെ കൂടുതൽ കാര്യങ്ങളിൽ ഹുദവികളുടെ ഒരു പങ്കാളിത്തം വേണമെന്ന ഒരു തോന്നലോ അഭിപ്രായമോ നിങ്ങൾക്കുണ്ടോ എന്നുകൂടി. ദാർഹുദ പോലെയുള്ള ഒരു വലിയ സംവിധാനത്തിന് അതിൻ്റെ ഭാവി നടത്തിപ്പ് എന്നുള്ളതൊരു ചിന്തനീയമായ വിഷയമാണ്. അതിന് ദാർഹുദയുടെ ഇപ്പോഴത്തെ സെറ്റപ്പ് അനുസരിച്ച്, മാനേജ്മെൻറ്റിൻ്റെ സെറ്റപ്പ് അനുസരിച്ച് അൽഹംദുലില്ലാഹ് ദാർഹുദയുമായി ദൈനംദിനം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കുറേ ആളുകളാണ് ഇപ്പം അതിൻ്റെ ഒരു ബാവതി ഉസ്താദ് നമുക്ക് എല്ലാ നിലക്കും നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളെപ്പോലുള്ളവർ ആ വിഷയങ്ങളിൽ എല്ലാ സപ്പോർട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ അതിൻ്റെ ജനറൽ സെക്രട്ടറി എന്നുള്ളവർക്ക് ഞാൻ മാത്രം അതിൻ്റെ ഒരാളായി നിൽക്കുക എന്നുള്ളതില്ല. ദാർഹുദയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഭാരവാഹികളായിട്ടുള്ളവരും സാധാരണ പ്രവർത്തകരായിട്ടുള്ള ആളുകളുടെയൊക്കെ ആത്മാർത്ഥമായ പിന്തുണ, പിൻബലം, സഹായം, സഹകരണം സജീവമായി ദാർഹുദയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അങ്ങനെ കിട്ടിപ്പോരുന്നതിൻ്റെ ഒരു പ്രധാന ഘടകം ദാർഹുദയുടെ ഓരോ വിഷയത്തിലുമുള്ള കൃത്യത. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ യോഗം ചേരുന്നതിന് എല്ലാ മാസത്തിലെയും 2-ാം തിങ്കളാഴ്ച എന്നത്. ദാർഹുദയുടെ ജനറൽ ബോഡി എല്ലാ മെയ് മാസത്തിലെയും അവസാനത്തെ ആഴ്ച ജനറൽ ബോഡി യോഗം ചേരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കൃത്യത എല്ലാവർക്കും ബോധ്യമാണ്.
അതുപോലെ തന്നെ അതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ ഉപസമിതികൾ, ആ ഉപസമിതികളിലൊക്കെ ദാറുദയുടെ മാനേജ്മെൻറ്റിൻ്റെ ആളുകൾ. അതോടൊപ്പം തന്നെ ഇപ്പം അടുത്ത കാലത്തായി ദാറുദയുടെ വർക്കിംഗ് കമ്മിറ്റിയിലും ജനറൽ ബോഡിയിലുമൊക്കെ ഹുദവികൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടും അവർക്ക് പ്രാതിനിധ്യം കൊടുത്തുകൊണ്ടാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത്. ദാറുദ ഇപ്പം ഞങ്ങളൊക്കെ ഇതിൻ്റെ സാധാരണക്കാരെ ഇതിന് മുമ്പിൽ ഉണ്ടെങ്കിൽ പോലും ഇത് ഭാവിയിൽ കൊണ്ടു നടക്കേണ്ടതും നടത്തേണ്ടതും ഒക്കെ ഹുദവികളാണ് എന്നാണ് ഞങ്ങളെപ്പോലുള്ള ഇതിൻ്റെ ആളുകളുടെ കാഴ്ചപ്പാട്. നിങ്ങൾ ഓരോരുത്തർ ഓരോ ഘട്ടങ്ങളിലായി ദാറുദയുടെ ഈ പ്രവർത്തനത്തിൻ്റെ മുമ്പിൽ വന്ന്, അല്ലെങ്കിൽ ഞങ്ങൾ അവരെ മുമ്പിൽ കൊണ്ടുവന്ന് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ജനറൽ ബോഡിയിലാവട്ടെ വർക്കിംഗ് കമ്മിറ്റിയിലാവട്ടെ അവർ അതിന് കൃത്യമായ ആ കാര്യങ്ങൾ ആ റോള് വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഇൻഷാ അല്ലാഹ് അവരുടെ കൈകളിലൂടെ ഇത് സുരക്ഷിതമായിരിക്കും എന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. അതുപോലെ തന്നെ അക്കാഡമിക് ലെവലിലും അൽഹംദുലില്ലാഹ് ദാറുദ എന്ന് പറയുന്നതിന് ഒരു അക്കാദമിയിൽ നിന്ന് പറയപ്പെടുന്ന ഒരു അക്കാദമി എന്നതിൽ നിന്ന് ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് ഇതിനെ പരിവർത്തിപ്പിച്ചതിലും ഹുദവികളുടെ നിസ്തുലമായ പങ്കുണ്ട് എന്നാണ് എൻ്റെ ആത്മാർത്ഥമായ വിശ്വാസം. അവർ വിവിധ സർവകലാശാലകളിൽ പഠനം നടത്താൻ പോയപ്പം അവിടെ നിന്ന് അവർക്കുണ്ടായ അനുഭവങ്ങൾ നമുക്കും ഇതിങ്ങനെ പരിവർത്തിപ്പിക്കാൻ കഴിയും എന്ന അവരുടെ ഉറച്ച ആത്മവിശ്വാസം, അതിന് ശക്തമായ ബഹുമാനപ്പെട്ട ബഹാവുദ്ദീൻ ഉസ്താദിൻ്റെ പിന്തുണയും അതിൻ്റെ ആ നേതൃത്വവും എല്ലാം ഇന്ന് ഈ കാണുന്ന ലെവലിൽ തീർച്ചയായും ഇൻഷാ അല്ലാഹ് മറ്റ് ഏത് സ്ഥാപനങ്ങളെക്കാളും അധികം ദാറുദയും ഹുദവികളും ഹാദിയയും ദാറുദയും എന്നുള്ള ഒരു പാരസ്പര്യം അത് ദാറുദയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ വളരെ വലിയ പങ്ക് വഹിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായും ദാറുദയുടെ ഔട്ടേജ് അടക്കമുള്ള ആളുകൾ ഇത് ഏറ്റെടുക്കാൻ ആരുണ്ടാവുമെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മക്കളുണ്ട് എന്നാണ് പറഞ്ഞത്. മക്കൾ എന്ന് പറഞ്ഞാൽ ഔട്ടേജിൻ്റെ രക്തത്തിൽ പറഞ്ഞ മകൻ ഷാഫി എന്നല്ല ഉദ്ദേശിച്ചത്. ദാറുദയുടെ അകത്തളത്തിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഹുദവികളായ മക്കളുണ്ട് എന്നാണ് ഔട്ടേജ് ഉദ്ദേശിച്ചത്. ദാറുദയുടെ നടത്തിപ്പിൽ ദാറുദയുടെ ഭാവി എന്ന് പറയുന്നത് ഹുദവികളുടെ കൈകളിലാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്, വലിയ ഉത്തരവാദിത്തം നമ്മുടെ കൈകളിലാണ് എന്നാണ് ബാവക്ക പറഞ്ഞു വെക്കുന്നത്. ഞാൻ അടുത്ത ഒരു ഇതിലേക്ക് പോകുന്ന ഉസ്താദിനോട് ചോദിക്കാനുള്ളത്, ദാറുദയുടെ നമ്മുടെ ഇപ്പോൾ പിന്നെ അക്കാഡമിക് ലെവലിൽ അല്ലെങ്കിൽ നമ്മുടെ കരിക്കുലവും നമ്മുടെ സിലബസുമായി ബന്ധപ്പെട്ട ഒരുപാട് മാറ്റങ്ങൾ ദാറുദയിൽ വന്നു കഴിഞ്ഞു. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് നിന്നും ഇപ്പോഴത്തെ ദാറുദ എന്ന് പറയുന്ന ഒട്ടനവധി മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. നമുക്ക് തന്നെ പല കാര്യങ്ങൾക്കും അറിയില്ല, ഓരോ സംസാരിച്ച് വരുമ്പോഴാണ് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ ഇതിനപ്പുറത്തേക്ക് ഇനിയിപ്പോ നമ്മൾ ഒരു കാലത്ത് കമ്പ്യൂട്ടറും ഇന്റർനെറ്റൊക്കെ ആദ്യമായി വന്ന സമയങ്ങളൊക്കെ ഞാനിങ്ങനെ ഓർക്കുകയാണ് ദാറുദയിലേക്ക്. അപ്പൊ നമ്മൾ വലിയ ആഘോഷമായി കണ്ടുനടന്നു. ഇപ്പൊ നമ്മൾ ഇനിയിപ്പോ AI-യുടെ യുഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാ കാര്യങ്ങളും നിർമ്മിത ബുദ്ധിയുടെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും ഡാറ്റാ സയൻസും ഒക്കെ ബന്ധിപ്പിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ടെക്നോളജിയെ മാറ്റി നിർത്തി മുന്നോട്ട് പോകുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. അപ്പൊ സയൻസ് എന്നുള്ളത് നമ്മുടെ സയൻസും ടെക്നോളജിയും നമ്മുടെ സിലബസ് സ്ട്രീമിന്റെ ഭാഗമായിട്ട് മെയിൻ സ്ട്രീമിൽ കടന്നു വരുന്നില്ല. ചില ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് അടുത്ത ഭാവിയെ നിർണ്ണയിക്കുന്നതും അതിനെ നയിക്കുന്നതും അതിനെ ലീഡ് ചെയ്യുന്നതും ഒക്കെ AI-യുമായി കണക്ട് ചെയ്യപ്പെട്ട വ്യക്തിത്വങ്ങളായിരിക്കും. അപ്പൊ AI കുറിച്ച് പഠിക്കുന്ന ആളുകൾ എന്നതിനപ്പുറം AI-യെ റിസർച്ച് ചെയ്യാൻ കഴിയുന്ന, AI പോലുള്ള ടെക്നോളജികളിൽ ഇടപെടാൻ കഴിയുന്ന രീതിയിലുള്ള ഹുദവികളെ വാർത്തെടുക്കണം എന്ന് ആലോചിക്കുന്നുണ്ടോ? ആ രീതിയിൽ നമ്മുടെ സിലബസുകളിൽ ടെക്നോളജി ഒരു ഡിപ്പാർട്ട്മെന്റോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള സയൻസും ടെക്നോളജിയും ഒക്കെ ബന്ധപ്പെട്ടത് പല രീതിയിൽ നമുക്ക് മറ്റ് യൂണിവേഴ്സിറ്റികളുമായി സഹകരിച്ചുകൊണ്ടോ മറ്റ് സ്ഥാപനങ്ങളുമായി സഹകരിച്ചുകൊണ്ടോ ഡുവൽ ഡിഗ്രി രൂപത്തിലോ പല രൂപത്തിൽ ചെയ്യാൻ പറ്റും. അപ്പൊ ആ രൂപത്തിലൊക്കെ ചിന്തകൾ ആലോചിക്കുന്നുണ്ടോ, ആലോചനയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. കാരണം വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അതൊരു സ്ഥിരം രീതിയല്ല. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ പഠിപ്പിച്ചിരുന്നത് അങ്ങനെ വായ കൊണ്ട് ഓതി പറഞ്ഞുകൊണ്ടാണ്. അതേസമയം അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ റഈസുൽ മുഫസ്സിരീനായിരുന്നു. മഹാനാവകളുടെ തഫ്സീറുകൾ ക്രോഡീകൃതമായി കിതാബ് തയ്യാറായി. തൻവീറുൽ മിഖ്ബാസ് ഫി തഫ്സീർ ഇബ്നു അബ്ബാസ് എന്നാണ് അതിൻ്റെ പേര്. 310 പുറത്തിറങ്ങുന്നത് ഹിജ്റ. ഇപ്പോൾ 1448 അപ്പോൾ ഇബ്നു അബ്ബാസിൻ്റെ തഫ്സീർ ഇവിടെ ഉണ്ടല്ലോ, ഇനി തഫ്സീറിൻ്റെ ആവശ്യമില്ല എന്നാരെയും ചിന്തിച്ചോ? ഇല്ല. നിരന്തരമായി തുരാ തഫ്സീറുകൾ പുറത്തു വരാൻ തുടങ്ങി. എല്ലാ ഭാഷകളും തന്നെ പരിഗണിച്ച് നോക്കിയാൽ ഇപ്പോഴും തഫ്സീറുകൾ വിരചിതമായി കൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും ഈ തഫ്സീർ എഴുതുന്ന ഒരാളോട് ചോദിക്കണ്ടോ? അപ്പം ഇത്രയും നൂറുകണക്കിന് തഫ്സീറുകൾ വന്നു, പിന്നെ നിങ്ങളെന്തിനാ തഫ്സീർ ഉണ്ടാക്കണില്ല? അത് അള്ളാഹിൻ്റെ വചനങ്ങളുടെ താല്പര്യമാണ്. അവസാനത്തെ മനുഷ്യൻ വരെ തഫ്സീർ ചെയ്യേണ്ടതുണ്ട് എന്നതാണ് അതിൻ്റെ അടിസ്ഥാനം. അതിനെന്ത് വേണം?
വിവരമുള്ള ആൾക്കാർ തഫ്സീർ ചെയ്യാൻ കഴിയണം, ഖുർആൻ വ്യാഖ്യാനം രചിക്കാൻ കഴിയുന്ന ആൾക്കാർ രചിക്കണം, അത് പ്രയോഗവൽക്കരിക്കണം. തഫ്സീറെന്ന് ഉദാഹരണം, ഹദീസുകളുടെ ക്രോഡീകരണം, ആ ക്രോഡീകരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവരുടെ മനുഷ്യ സമൂഹത്തിനുള്ള മാർഗദർശനത്തിൻ്റെ ശൈലി, സ്വഭാവ, രീതി, ഫിഖ്ഹ് അങ്ങനെ തന്നെയാണ്. എല്ലാ വിജ്ഞാനശാഖകളും അങ്ങനെ തന്നെയാണ്, മാറി മാറി വരണം. ഗൗസുൽ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ദർശനം നടത്തിയിരുന്നു പള്ളിയിൽ. അങ്ങനെ മഹാനവറുകൾ ദർസ് തുടങ്ങിയിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ ആളുകൾ അങ്ങനെ കൂടുതൽ വരാൻ തുടങ്ങി. പള്ളി സ്ഥലജാതായി. പള്ളി അവിടുന്ന് മാറ്റിയിട്ട് ബാബുൽ അസജ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് അത് മാറ്റി. ആ വൈജ്ഞാനിക സദസ്സ് ദൈനംദിനം അത് വിപുലമായി വളർന്ന് വികസിച്ച് പടർന്ന് പന്തലിച്ചുകൊണ്ടിരുന്നു. കാരണം മൂപ്പരുടെ സ്ഥാനമാനങ്ങളനുസരിച്ച് വൈജ്ഞാനിക ഇരുത്തം ആളുകളെ മനസ്സിലാക്കിയിട്ട് കൂടുതൽ വരാൻ തുടങ്ങി. അതിൽ പുതിയ പുതിയ വിജ്ഞാനങ്ങൾ അനാവൃതമാകുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ കൊല്ലം പറഞ്ഞാൽ കൊല്ലം അങ്ങനെ പറയലല്ലോ. ഇൽമ് പറഞ്ഞാൽ അങ്ങനെയാണ്. ലാലിമഹുല്ലദീന യസ്തംബിതൂനഹു മിൻഹും. ഖുർആൻ്റെ ആയത്തുകൾ ഇസ്തിംബാത്തുകൾക്ക് വിധേയമാകും. അതിന് പുതിയ പുതിയ അറിവുകൾ അനാവൃതമാകും, ആകണം. അപ്പോഴേ ഖുർആനാവുള്ളൂ. അള്ളാഹിൻ്റെ കലാമ് ഏത് നൂറ്റാണ്ടിലുള്ള ആളുകൾക്കും മാർഗദർശനം നൽകാൻ കഴിയണം. നെതീൻ യാഹു എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ, നെതീൻ യാഹു. നെതീൻ എന്ന് പറഞ്ഞാൽ അതിനെ മാന അറിയില്ല. അയാൾ ബ്രിട്ടനെ പരിഹസിച്ചത്, അവഹേളിച്ചത് ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ബ്രിട്ടൻ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. എന്താ കാരണം? നമ്മുടെ മുസ്ലിമീങ്ങൾ വർദ്ധിച്ചു വരാം. ബ്രിട്ടീഷുകാർ ഇസ്ലാം മതം ആശ്ലേഷിച്ചു കൊണ്ടിരിക്കണം. അവിടെ ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്ത് പൊന്നാനി കൂടെ തൊപ്പിട്ട് പറഞ്ഞയച്ചതല്ല അവരെ. സ്വയം അവർ മനസ്സിലാക്കണം. മനുഷ്യൻ്റെ മൗലികമായ ഗ്രഹണശേഷി പോലും അവഹേളിക്കുന്ന ഒരു പരാമർശമാണ്. സ്വയം പഠിച്ച് ഇസ്ലാമിൻ്റെ മഹത്വം മനസ്സിലാക്കി ദീനിലേക്ക് വരുന്ന ആൾക്കാരാ. അതുവരെ ഉൾക്കൊള്ളാൻ കഴിയണില്ല. ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ബ്രിട്ടൻ ഇനിയും വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കും. തീർച്ചയാണ് ആ കാര്യം. അത് ബ്രിട്ടനിൽ മാത്രമല്ല, യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അതാണ്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സന്ദേശങ്ങൾ, മൗലികമായ ആശയങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. പ്രവാചകന്മാരുടെ ശൈലിയാണ്, പ്രവാചകന്മാരുടെ രീതിയാണ്, അവരുടെ ഡ്യൂട്ടിയാണത്. അത് നമ്മൾ ചെയ്യണമെന്നാണ് അള്ളാഹു റസൂൽ പഠിപ്പിച്ചത്. അത് ഞങ്ങൾ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പാർഷ്യലായി എന്തെങ്കിലും ജോലിയോ ഉത്തരവാദിത്വമോ ഡ്യൂട്ടിയോ ഒക്കെ നിങ്ങൾക്ക് നിർവഹിക്കാവുന്നതാണ്, കുഴപ്പമില്ല. സഹാബികളിൽ ഉണ്ടായിരുന്നില്ല അങ്ങനത്തെ ആൾക്കാർ. മുസ്ലിമിൻ്റെ സദസ്സിലേക്ക് വരാൻ കഴിയാത്ത സഹാബികൾ വരെ ഉണ്ടായിരുന്നു. ഈത്തപ്പഴം നനക്കണ സമയമായിരിക്കും. അപ്പോൾ അവർ പറയും, നാളെ 8 മണി മുതൽ 10 മണി വരെ എൻ്റെ തോട്ടം നനക്കണ സമയമാണ്, അപ്പോൾ അതുകൊണ്ട് നാളെ ഞാൻ ഉണ്ടാവില്ല. 8 മുതൽ 10 വരെ മുസ്നബി എന്താണോ പറഞ്ഞു തരുന്നത് അത് എനിക്ക് പറഞ്ഞു തരണം, ഞാൻ മടങ്ങി വന്നിട്ട്, അഥവാ തോട്ടം നനച്ച് വന്നിട്ട്. ബാബു തനാവുബി ഫിൽ ഇൽമി എന്ന് ആ അധ്യായത്തിന് പേര് നൽകപ്പെട്ടിരിക്കുന്നു സഹീഹുൽ ബുഖാരി. വേണമത് ഉപജീവനത്തിന്, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ സാമ്പത്തികമായ ആശ്വാസത്തിന് അതൊക്കെ വേണം. പക്ഷേ ഇത് നമ്മുടെ മൗലികമായ ചുമതലയാണ്, ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കും. അപ്പോൾ അതിൻ്റെ കോമ്പൻസേഷൻ പഠിച്ചവൻ ജീവിതത്തിൽ തീരും. അത് അനുഭവമുള്ള ആൾക്കാർക്ക് പറയാലോ, അനുഭവസ്ഥന്മാർക്ക് അത് പറയാൻ കഴിയും. നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും അങ്ങനെ അനുഭവമുള്ള ആൾക്കാർ. അങ്ങനത്തെ ആൾക്കാർ അത് കൺവേ ചെയ്യും. ആ സന്ദേശം കൈമാറ്റം നടത്തണം. അത് അവഗണിച്ച് കളയുന്ന ആളുകൾക്ക് അള്ളാഹു ജീവിതത്തിൽ ബർക്കത്ത് കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കണേ. എൻ്റെ വിശ്വാസമല്ല, എനിക്ക് പറയാൻ പറ്റും. കാരണം ആ ഡ്യൂട്ടിയിൽ, ആ ഉത്തരവാദിത്തത്തിലെ കണ്ടീഷനിലാണ് അവരെ ഇവിടെ ചേർത്ത് 12 കൊല്ലം ഒരു വ്യാഴവട്ടക്കാലം അവനെ അറിവും സംസ്കാരവും തെർബിയത്തും ജീവിതത്തിൻ്റെ രീതിയും ഫാഷനും ശൈലിയുമൊക്കെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അള്ളാഹു അത് വിലയിരുത്തും, ഉറപ്പാണ്. അപ്പം ഇൻഷാ അല്ലാഹ് ആ കാര്യത്തിൽ അത് ഇസ്ലാമിൻ്റെ ഈ സുബദ്ധീകരണത്തിന് നെതന്യാഹുവിനെ പോലുള്ള ആൾക്കാർ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം.
അവരങ്ങോട്ട് പൊന്നാനി കൊടുന്നിട്ട് തൊപ്പിട്ട് തിരിച്ചയച്ചതല്ല. അവർ അള്ളാൻ്റെ ദീനിൻ്റെ മഹത്വം സ്വന്തം ബുദ്ധി കൊണ്ട് കണ്ടുപിടിച്ചതാണ്. നമ്മുടെ ഉത്തരവാദിത്തം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഉസ്താദ്. അതുപോലെ തന്നെ ദാൽഹുദയുടെ കരിക്കുലവുമായി ബന്ധപ്പെട്ടും അത്തരത്തിലുള്ള ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ഉൾപ്പെടുത്തലുകളൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് പ്രതീക്ഷിക്കാമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ സമയം വളരെ വൈകിയത് കൊണ്ട് ലാസ്റ്റ് ഇതിലേക്ക് കയറുകയാണ്, ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. നമ്മുടെ ഈ സംസാരം നമ്മൾ തുടങ്ങിയത് ഒരു ഉസ്താദിൻ്റെയും ഒരു ഹാജിയാരുടെയും കഥ പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ ഉസ്താദിൻ്റെയും നമ്മുടെ ഹാജിയാരുടെയും കഥ പറഞ്ഞാണ് നമ്മൾ ഈ സംസാരം തുടങ്ങിയത്. നമ്മളെ മുമ്പിലിരിക്കുന്നത് മറ്റൊരു ഉസ്താദും മറ്റൊരു ഹാജിയാരുമാണ്. ആ ഉസ്താദിന്റെയും ഹാജിയാരുടെയും കെമിസ്ട്രിയിലൂടെയാണ് ദാർഹുദ വളർന്നു വന്നത്. ഇന്നും ദാർഹുദയെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഉസ്താദും ഹാജിയാരും തമ്മിലുള്ള ആ ഒരു ബന്ധവും ആ ഒരു കെമിസ്ട്രിയുമാണ്. ആ ബന്ധത്തെക്കുറിച്ച് കൂടി ഞങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഈ ദാർഹുദയുടെ മുന്നോട്ട് പോക്കിൽ നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ അതെങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? എന്താണ് അതിൽ നിന്നും പാവക്കായ കൂടുതൽ ഉസ്താദുമായി വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ എളുപ്പമുള്ള എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? അതുപോലെ തന്നെ ഉസ്താദിൽ നിന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്നത് പാവക്കയുമായി വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഉസ്താദിനെ തൃപ്തിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഉസ്താദിന് കൂടുതൽ സൗകര്യമായി തോന്നുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ താങ്കൾ സംസാരിച്ചു കഴിഞ്ഞു. ബഹുമാനപ്പെട്ട ബഹാദുർ ഉസ്താദിനെ ഞാൻ ആദ്യമായി കാണലൊക്കെ ഉണ്ടെങ്കിലും ബഹാവുദ്ദീൻ കൂരിയാട് എന്നുള്ള പുസ്തകത്തിൻ്റെ ഓതറാണെന്നുള്ളതൊക്കെ ഇങ്ങനെ ആദരവോടുകൂടി നോക്കിക്കാണുന്ന. പിന്നെ അടുത്തൊന്ന് ബന്ധപ്പെട്ടത് 1978 എൻ്റെ ഓർമ്മ. SMF ആഭിമുഖ്യത്തിൽ ചെമ്മാട് ജുമാഅത്ത് പള്ളിൻ്റെ 3-ാം നിലയിൽ ഒരാഴ്ചത്തെ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു. ഉസ്താദിനോർക്കുണ്ടോ? 72-ലല്ല, SMF രൂപീകരണത്തിന് ശേഷമാണ്. 76-ലല്ല SMF രൂപീകരണം, 77-ലോ 78-ലോ ആണ്. 77-ലായിരിക്കാനാണ് സാധ്യത. അത് അതിൽ AP അബൂബക്കർ മുസ്ലിയാർ, വാണിയമ്പല ഉസ്താദ്, EK മുസ്ലിയാർ, ബഷീർ ഉസ്താദ് ഇവരൊക്കെ വന്നിട്ട് വിവിധ ഒരാഴ്ചയിലധികം അതിൻ്റെ മുകളിൽ നിന്നിട്ടുള്ള സാർ മറന്നു തോന്നുന്നുണ്ട് ആ ഒരു ക്യാമ്പ്. ആ ക്യാമ്പിൽ അവിടെ താമസിച്ച് പഠിക്കുമായിരുന്നു. സുന്നിമാൽ ഫെഡറേഷൻ രൂപീകരിച്ച ഉടനെ ഉള്ള ഒരു പരിപാടിയാണത്. അപ്പം അന്നും എൻ്റെ ഡ്യൂട്ടി ഖിദ്മയാണ്. അവർക്ക് ആ സമയത്ത് ഉസ്താദിൻ്റെ ഡ്രസ്സ് ഇസ്തിരി ഇടാൻ വേണ്ടിയിട്ട് ആളന്വേഷിച്ചു. ഓർക്കുണ്ടോ ഉസ്താദ്? എന്നോട് അന്വേഷിച്ചത്. ഞാനത് ആളെ റെഡിയാക്കി കൊടുത്ത് ഉസ്താദിൻ്റെ ഡ്രസ്സ് ഇസ്തിരി ഇട്ട് കൊണ്ട് കൊടുത്ത ആ ഒരു ഇതിൽ നിന്നാണ് ഞാൻ അങ്ങനെ ഉസ്താദിനെ അടുത്തിങ്ങനെ ഉള്ളത് ഇപ്പം എൻ്റെ ഓർമ്മയിലുള്ളത്. അന്ന് മുതൽക്ക് തന്നെ ബഹുമാനപ്പെട്ട ഉസ്താദുമായി പല സന്ദർഭങ്ങളിലായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ നമ്മളെ പള്ളിയിൽ ഇമാമായി വന്നപ്പോഴൊക്കെയുള്ള ബന്ധത്തിൽ ഞാൻ അന്നും ഇന്നും ഉസ്താദിൽ കാണുന്ന ഒരു ഗുണവിശേഷം എന്ന് വെച്ചാൽ ബന്ധപ്പെടാൻ ഈ പുറത്തേക്ക് പറച്ചിലൊന്ന് ഉള്ളിൽ വേറൊന്നുമില്ല. ഹൃദയത്തിൽ എന്താ ഉള്ളത് അതാണ് പുറത്തേക്കുള്ള പറച്ചിൽ, അതാണ് ചെയ്യലും. അവിടെ അത് ചെയ്യുന്നിടത്തോ അത് പ്രാവർത്തികമാക്കുന്നിടത്തോ ഒരാളെയും ഉസ്താദിന് ഒരു ഭയപ്പാടില്ലാതെ ലാ യഖാഫു ലൗമത്ത ലായിമിൻ എന്നറിയില്ലേ, ആ ഒരു ഇതനുസരിച്ച് ഉസ്താദ് മുന്നോട്ട് പോകും. അത് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഓരോരുത്തർ ചെയ്യണം പറയണം നോക്കി നിന്നാണ്ട് എന്തെങ്കിലും ചെയ്യാൻ നിന്നാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. നമുക്ക് നല്ലതാണെന്ന് അത് ചെയ്യാനുള്ള ഹിമ്മത്തോടു കൂടി കണ്ടിറങ്ങിയാൽ അത് പലപ്പോഴും ഉസ്താദിന് ചിലപ്പം നമ്മൾ സ്വന്തം ആളുകൾക്കിടയിൽ നിന്ന് വരുന്ന വിമർശനത്തിൻ്റെ ഒരു കാര്യവും അതായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് സത്യമാണെന്ന് തോന്നിയ കാര്യത്തിന് വേണ്ടി അടിയുറച്ച് നിൽക്കുക എന്നുള്ളത്. പിന്നെ മറ്റൊരാൾക്ക് എന്നെ കൊണ്ട് ഒരു ബുദ്ധിമുട്ട് വരരുത് എന്നുള്ള നിലക്കാണ് ഉസ്താദിൻ്റെ ജീവിതം ഉണ്ടാവുക. അവിടെ ഇറങ്ങുമ്പോൾ പിടിക്കുമ്പം വേണ്ട പിടിക്കണ്ട എന്ന ഒരു ഉദാഹരണം. എന്നെക്കൊണ്ട് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവരുത് എന്നുള്ള നിലക്ക്. അതുപോലെ തന്നെ ഞാനും ഉസ്താദ് ഒരുപാട് യാത്രകളിൽ ഒരുമിച്ച് ഒരേ റൂമിൽ ഒരേ കട്ടിലിൽ കിടന്നുറങ്ങിയിട്ടുണ്ട്. അവിടെ എനിക്ക് ചായ ഉണ്ടാക്കി തരുന്ന ഉസ്താദിനെ എനിക്ക് പരിചയം ഉണ്ടാവില്ല. എനിക്ക് ചായ രാവിലെ നീക്കുമ്പോഴേക്ക് കട്ടൻ ചായ ഉണ്ടാക്കി തരുന്ന ഉസ്താദിന് ഒരു പക്ഷേ ഞങ്ങൾക്കാർക്കും പരിചയം ഉണ്ടാവില്ല. അതാണ് ഉസ്താദ്. ഉസ്താദിനെ കുറിച്ച് നമ്മളൊക്കെ മനസ്സിലാക്കുന്ന പോലെ നിലപാടിലെ കണിഷ്ഠതയും ഉസ്താദിന്റെ പെരുമാറ്റ രീതികളും ഒക്കെയാണ് ബാവൊക്കെ പറയുന്നത്. അതോടൊപ്പം തന്നെ സമയമില്ലാത്തതുകൊണ്ട് എന്തെങ്കിലും ഹുദവികളോട് ഉസ്താദിന്റെ സംസാരം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് മറ്റെന്തെങ്കിലും അവസാനമായ എന്തെങ്കിലും മെസ്സേജ് പറയാറുണ്ടെങ്കിൽ
അതുകൂടി പറഞ്ഞ എനിക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാനുണ്ട്. ഇത്രയും ഹുദവികൾ ഒന്നിച്ച് ഇവിടുന്ന് ദുന്യാവൊന്നും കിട്ടൂല. അപ്പം പറയാനുള്ള നേരത്തെ ഒന്ന് പറഞ്ഞു ഞാൻ, ദാർഹുദയുടെ ഭാവി നിങ്ങളെ കയ്യിലാണ്, വർത്തമാനവും നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾക്ക് ഭാവിയും വർത്തമാനമൊക്കെ ഉണ്ടാക്കി തരാൻ വേണ്ടി കഴിഞ്ഞ ഭൂതകാലത്ത് പണിയെടുത്ത് കഷ്ടപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്. ബഹുമാനപ്പെട്ട CH ഉസ്താദ്, വാവുട്ടേജി തുടങ്ങിയിട്ടുള്ള ആളുകൾ. അവർ ത്യാഗം ചെയ്തതിൻ്റെ, കഠിനാധ്വാനം ചെയ്തതിൻ്റെ ഗുണഫലം നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ മനസ്സിലുണ്ടാകും. നമ്മൾ എന്ത് വേണം? നമ്മുടെ അടുത്ത തലമുറക്ക് ദാർഹുദയുടെ ഗുണഫലം അനുഭവിക്കാൻ കഴിയും വിധം എല്ലാ നിലക്കുള്ള സഹകരണം നിങ്ങളെല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാകണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നിങ്ങളാണ് അത്. നേരത്തെ വിദ്യാഭ്യാസ രംഗത്തുള്ള പുരോഗതിയെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഫൈസൽ നിയാസ് ഉദവി ചോദിച്ചു. ഓരോ പുരോഗതിയും ഓരോ കാലഘട്ടത്തിലെ ഹുദവികൾ കൊണ്ടുവന്ന പോലെ തന്നെ പുതുതലമുറയിലെ ഹുദവികൾ ദാർഹുദയുമായി കൂടുതൽ അടുപ്പം സ്ഥാപിച്ച് പുതിയ പുതിയ സംവിധാനങ്ങളിലേക്ക് അടുത്ത തലമുറക്ക് ഉപകരിക്കപ്പെടും വിധം ആ സംവിധാനത്തെ രൂപപ്പെടുത്തുന്നതിൽ പുതിയ തലമുറയുടെ 4-5 വർഷം ഇറങ്ങിയിട്ടുള്ള ഹുദവികളുടെ കൂടുതൽ സാമീപ്യവും സാന്നിധ്യവും ഉണ്ടാകണമെന്ന് വളരെ വിനീതമായി വിശ്വസിക്കുന്നു. പിന്നെ ദാർഹുദയുടെ നേരത്തെ ചോദിച്ച മാതിരിയുള്ള സാമ്പത്തിക അഭിവൃദ്ധിയുടെ കാര്യത്തിലൊക്കെ ആ വിഷയങ്ങളിലൊക്കെ എല്ലാവരുടെയും ദാർഹുദയുടെ താവന് പോലെ, ദാർഹുദയുടെ ഹുദവികളുടെ താവന് പോലെ ദാർഹുദയുടെ മറ്റു സംരംഭങ്ങളൊക്കെ വിജയിപ്പിക്കുന്നതിൽ അത് നിർവഹിക്കുന്ന അതേ ആത്മാർത്ഥതയോടുകൂടി ഈ രംഗത്തും നിങ്ങളുടെ പ്രവർത്തനം ഉണ്ടാവണം. പലപ്പോഴും നമുക്കറിയാം ദാർഹുദ അതിൻ്റെ ഇപ്പോൾ 5 ഓഫ് ക്യാമ്പസുകൾ കേരളത്തിന് പുറത്തായി 6 ഓഫ് ക്യാമ്പസിൻ്റെ പ്രവർത്തനം നടത്തിക്കൊണ്ട് പലപ്പോഴും ദാർഹുദയിൽ സേവനം ചെയ്യുന്നവർ, ഉദവികൾ, ദാർഹുദയുടെ സഹസ്ഥാപനങ്ങൾ ജോലി ചെയ്യുന്നവർ, ഓഫ് ക്യാമ്പസുകൾ ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ഇപ്പം തന്നെ ദാർഹുദക്ക് സാമ്പത്തികമായി പ്രയാസങ്ങൾ ഏറെ അനുഭവിക്കുക. ആ അനുഭവത്തിന് പിന്നെ ഞാൻ 6ാമത്തെ ഒരു ഓഫ് ക്യാമ്പസിന് പോകണം, 7ാമത്തെ ഓഫ് ക്യാമ്പസ് ഇനി തുടങ്ങാൻ പോകണം. UP അവിടെ സ്ഥലം കിട്ടിയിരിക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ ഉദവികൾക്ക് അല്ലെങ്കിൽ ഉസ്താദ്മാർക്ക് പള്ളിയിൽ കേളുക, പടച്ചറപ്പ് പുതിയ ഓഫ് ക്യാമ്പസ് വരുമ്പോൾ ഇനി ഞങ്ങൾക്ക് പ്രയാസം ഇനി കൂടുതലുണ്ടാവുകയാണ്. അപ്പം അതിന് പരിഹാരം ഉണ്ടാകേണ്ടത് പുതിയ ഹുദവികളാണെന്ന് ഞാൻ പറയുന്നത്. ആ പഴയ തലമുറ കഷ്ടപ്പെട്ട് നമ്മളെ ഈ കോലത്തിലാക്കി ഇനി പുതിയ അടുത്ത തലമുറക്ക് വേണ്ടിയിട്ടുള്ള പുതിയ കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കേണ്ടത് ഇവരാണ്. അതോടൊപ്പം തന്നെ സാമ്പത്തിക രംഗത്തും നമുക്ക് ഈ ദാർഹുദയുടെ പ്രവർത്തകർ ഇപ്പോൾ ഓരോ സ്ഥലത്ത് പോകുമ്പം അനുഭവിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ്. ഇപ്പോൾ ദാർഹുദ ഉണ്ടാവാനുള്ള കാരണം എന്താ? ബാവുട്ടേജി മൈത്രുസുസ്താദൊക്കെ അവരുടെ യാത്രകളിൽ അനുഭവിച്ച ഓരോ യാഥാർത്ഥ്യങ്ങളാണ്. ബാവുട്ടേജി ഹജ്ജിന് പോകുന്ന സമയത്ത് ആജിമാർ മുസാഫർ ഖാനയിൽ 10-15 ദിവസം ജീവിച്ചപ്പം ആ വടക്കേന്ത്യയിൽ നിന്നും കിഴക്കൻ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന ഹജ്ജിന് പോകാൻ വരുന്ന വന്യവയോധികരായിട്ടുള്ള 70, 75, 80 വയസ്സ് പ്രായമുള്ള ഹാജിമാർ ഹജ്ജിന് വേണ്ടി പോകാൻ വരുന്നവർ ഈ 15 ദിവസത്തെ ഇടവേളയിൽ വെച്ചാണ് ഒളു ഉണ്ടാക്കാൻ പഠിക്കുന്നത്, നിസ്കരിക്കാൻ പഠിക്കുന്നത്, നിസ്കാരത്തിൻ്റെ നിയ്യത്ത് പഠിക്കുന്നത്, നിസ്കാരത്തിൻ്റെ കൈഫിയത്ത് പഠിക്കുന്നത്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്ത് തൗഹീദ് പോലും ചൊല്ലിപ്പഠിക്കുന്നത് ആ 15 ദിവസത്തെ, ബാക്കി 8 ദിവസത്തെ 10 ദിവസത്തെ കപ്പൽ യാത്രയിലും. ഇതനുഭവിച്ച യാഥാർത്ഥ്യമാണ് ഇവർക്ക് ഇതിന് ഒരു പരിഹാരമുണ്ടാക്കി കൊടുക്കണം എന്ന ചിന്ത ബാവുട്ടേജിക്ക് വരാണ്ടായ കാരണം അവർ ഈ രംഗത്ത് പ്രവർത്തിച്ചത്. ഇനി ഉസ്താദ് ഇവിടെ പറഞ്ഞു 10-28 കോടി ജനങ്ങൾ അക്ഷരജ്ഞാനമില്ലാത്ത, ഇസ്ലാമികമായ അക്ഷരജ്ഞാനമില്ലാത്ത, കലിമത്ത് തൗഹീദ് അറിയാത്ത, ഫാത്തിഹ അറിയാത്ത ആളുകൾ ഇന്ത്യ രാജ്യത്തുണ്ട് എന്ന്. ഇവർക്ക് വേണ്ടി ത്യാഗം ചെയ്യേണ്ടത് നമ്മളാണ്. ഞങ്ങൾ ബീഹാറിൽ പുതിയ ക്യാമ്പസിൻ്റെ ശിലാസ്ഥാപന കർമ്മത്തിന് പോയി. ഞങ്ങൾക്ക് വേണ്ടി താമസിക്കാൻ വേണ്ടിയിട്ട് ഒരു വീട് സജ്ജീകരിച്ചിരുന്നു. ബഹുമാനപ്പെട്ട ബാദുസ്താദ് ഞങ്ങളൊക്കെ ആ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. ആ താമസിച്ച് പോരാൻ നേരത്ത് ആ വീടിന് ഖിദ്മത്ത് ചെയ്തിരുന്ന ഭാര്യയും ഭർത്താവും ഒരു 65 വയസ്സായിട്ടുണ്ടാവും, ഒരു 10-55 വയസ്സായിട്ടുണ്ടാവും ആ സ്ത്രീക്കെന്ന് തോന്നുന്നത്, കണ്ടിട്ട് തോന്നുന്നത് അങ്ങനെ. അവർ ഉസ്താദ് നന്ദി പറഞ്ഞ് വണ്ടിയിൽ കയറുന്ന സമയത്ത് അവർ ഉസ്താദിനോട് പറഞ്ഞ് ദ്വാരക്കണം എന്ന് പറഞ്ഞു, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഉസ്താദ് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ ശേഷം ഞങ്ങൾക്ക് നിസ്കരിക്കാറുണ്ടോ എന്ന് ചോദിച്ചു. അവരോട് ചോദിച്ചു, അത് 3 മാസമായിട്ടില്ല, നിസ്കരിക്കാറുണ്ടോ എന്ന് ചോദിച്ചു. രണ്ടാളും തലാട്ടിയിട്ട് പറഞ്ഞ്
ഞങ്ങൾക്ക് അതിലെന്താ ചെല്ലേണ്ടതെന്ന് അറിയില്ല. ആ നിസ്കാരത്തിൽ എന്താണ് ഞങ്ങൾക്ക് ചെല്ലേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല. ഇത് കേൾക്കുന്ന നമുക്ക് എങ്ങനെ ആ ബീഹാറിൽ ക്യാമ്പസ് ഉണ്ടാക്കാതെ തിരിച്ചു പോരാൻ കഴിയും? അതുകൊണ്ട് നിസ്കരിക്കലില്ല. ഇപ്പം സുബൈറുദവി ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. സുബൈറുദവി അവിടെ പോയി കണ്ട യാഥാർത്ഥ്യങ്ങളാണ് ആ കുർത്തുബ എന്ന് പറയുന്ന ഒരു വലിയ സംവിധാനത്തിലേക്ക് ഇന്ന് ഹുദവികളുടെ പ്രവർത്തനത്തെ മാറ്റി ഉണ്ടായ കാരണം. ഷർഫുദ്ദീൻ ഉദവി ഇവിടെ ഉണ്ടല്ലോ, നമ്മുടെ പ്രസിഡന്റ്. ആന്ധ്രയിൽ എത്ര കാലമായി ജീവിതം ഹോമിച്ച് അവിടെ കഴിഞ്ഞുകൂടുന്നു. നമ്മുടെ ആസാമിലുള്ള ബഹുമാനപ്പെട്ട മൊയ്ൻ തങ്ങൾ, വെസ്റ്റ് ബംഗാളിലുള്ള സിദ്ദീഖ് ഉദവി, അങ്ങനെ ഓരോരുത്തരും എന്തിനാ അവരുടെ ജീവിതത്തെ അവിടെ സിദ്ദീഖ് ഉദവിനെ കണ്ട ബംഗാളിയാണോ മലയാളിയാണോ തിരിച്ചറിയില്ല. അല്ല, അങ്ങനല്ലേ? അപ്പം ആ രംഗത്ത് നമുക്ക് പുതിയ പുതിയ സ്ഥലങ്ങൾ ഉണ്ടാകുമ്പം ആശങ്കപ്പെടാതെ അത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ പ്രാർത്ഥനയും പിന്തുണയും പിൻബലവും അത് നടത്തിപ്പിന് വേണ്ടിയിട്ടുള്ള സഹകരണവും ഉണ്ടാകണമെന്നാണ് ഒന്ന് പറയാനുള്ളത്. രണ്ടാമതൊന്ന് പറയാനുള്ളത്, ഇപ്പം ഈ ഇൻസിജാം എന്ന് പറയുന്ന കൂട്ടത്തിൽ ഭാര്യയും കുട്ടികളും നിങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളെ ഉമ്മാരും ഇപ്പാരും കൂടി ഹയാത്തിലുള്ളവരെ കൊണ്ടുവരുന്ന ഒരു പരിപാടി കൂടി ഉണ്ടാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. 12 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 15 കൊല്ലം മുമ്പ് നിങ്ങൾ കയ്യും പിടിച്ചുകൊണ്ട് ദാറുൽഹുദയിലേക്ക് അല്ലെങ്കിൽ മറ്റ് സഹസ്ഥാപനങ്ങളിലേക്ക് കൊണ്ടുവന്നവരെ ചിലപ്പം അവരെ കയ്യിൽ നിങ്ങൾ പിടിക്കേണ്ടി വരേക്കാരം. ഇങ്ങോട്ട് വരണമെങ്കിൽ അത് പിടിച്ചുകൊണ്ടെങ്കിലും അവരെ കൊണ്ടുവന്ന് ഈ ഒരു രംഗം അവർക്ക് കാണിച്ചു കൊടുക്കണമെന്ന് കൂടി അപേക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം. നമ്മൾ സമയം വളരെ പരിമിതമായതുകൊണ്ട് അവസാന ഉസ്താദിലേക്ക് പോവാണ്. അപ്പോൾ ഈ ഒരു ബന്ധവും നിങ്ങൾ തമ്മിലുള്ള ബന്ധവും അതോടൊപ്പം തന്നെ ഹുദവിയിലൂടെ അവസാനമായി പറയാനുള്ള കാര്യവും ചുരുക്കി പറഞ്ഞ് അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. ബന്ധം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാനറിയാതെ ഷാഫിജി ഒരു ഉദാഹരണം പറഞ്ഞു. രാവിലെ കട്ടൻ ചായ ഉണ്ടാക്കി കൊടുക്കലും ഞാനാണ്. ഞാൻ കുറച്ച് നേരത്തെ എണീക്കും. അപ്പോൾ പിന്നെ ഞാൻ ചായ ഉണ്ടാക്കി കൊടുക്കും. എനിക്ക് ചായ കിട്ടണം. മറ്റൊരു നിലക്കത് വിശദീകരിച്ച് പറഞ്ഞാൽ ഞാൻ കൂടുതൽ സംസാരിക്കല്ല, വിശദീകരിക്കാരനാണ്. ഈ വൈസ് ചാൻസലർ എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ വൈസ് പ്രിൻസിപ്പാള്, അല്ലെങ്കിൽ ഇന്ത്യൻ്റെ അഡ്വൈസറി ബോർഡ്, ഇതിലൊന്നും ഒന്നിലും ഒരു സവിശേഷതയും കാണുന്ന ആളല്ല ഞാൻ. അത് ഒരു ഭൗതിക സ്വഭാവമാണ്. ഒരു സ്ട്രീം മുന്നോട്ട് പോകാൻ അതിന് ഒന്നുകിലൊരു പ്രസിഡൻ്റ് വേണം, അല്ലെങ്കിൽ കൺവീനർ വേണം, അല്ലെങ്കിൽ കോർഡിനേറ്റർ വേണം. അതതിൻ്റെ രീതിയാണ്. അതുപോലെ യോഗത്തിൽ പങ്കെടുത്താൽ അതിനുള്ള വൗച്ചർ അവിടുന്ന് കൊടുക്കും. ആ വൗച്ചർ കൊടുക്കുന്ന ആൾ മാനേജറാണ് വെച്ചിട്ട് അയാളോടൊപ്പം നമുക്ക് വിധേയത്വം ഉണ്ടാവും. ഇയാളാണെങ്കിൽ നമുക്ക് യാത്ര ചെലവ് ഉണ്ടാവില്ല. അതാ ഓഫീസ് സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമാണ്. ചുരുക്കമാകെ പറഞ്ഞാൽ ഇത്തരം സംരംഭങ്ങൾ കൂട്ടുത്തരവാദിത്വത്തിൽ ഭംഗിയായി നടക്കണമെങ്കിൽ വേണ്ട സിദ്ധാന്തം ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്, മുത്തനബി പഠിപ്പിച്ചിട്ടുണ്ട്. അംറുഹും ശൂറാ ബൈനഹും. അത് ഞങ്ങൾ ചെയ്യലുണ്ട്. ഞാനും ഷാഫിയാജി മാത്രമല്ല, ദാറുൽഹുദക്ക് ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട്, 40 ആൾ. ഒരു ജനറൽ ബോഡി ഉണ്ട്, ഇപ്പം 300 ആളല്ലേ, 250 ആൾ. പിന്നെ സകലമാന ദുനിയാവിൻ്റെ നാനാഭാഗത്തുള്ള ഗുണകാംക്ഷികൾ. ലണ്ടനിലുള്ള ഷാൻ സാഹിബ് ഉദാഹരണം, ദാറുൽഹുദയുടെ പ്രതിനിധി അവിടെ ചെന്നപ്പോൾ അയാളപ്പം ചെന്ന് കണ്ട് ദാറുൽഹുദൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് 25,000 രൂപ ഞാൻ തരാമെന്ന് പറഞ്ഞ് എല്ലാ ഇംഗ്ലീഷ് മാസവും 31-ാം തീയതി അല്ലെങ്കിൽ 30-ാം തീയതി ആ സംഖ്യ ഇവിടെത്തും ദാറുൽഹുദയിൽ. 1.5-2 കൊല്ലത്തിൻ്റെ താഴെയായിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള ഗുണകാംക്ഷികൾ ഉദാഹരണം പറഞ്ഞാണ്. അയാൾ ദാറുൽഹുദ കണ്ടിട്ടില്ല. അതിൻ്റെ ഒരു കൊല്ലം മുമ്പ് 1,57,000 ഉറുപ്പിക മാസം തോറും ദാറുൽഹുദയ്ക്ക് തന്നിരുന്ന ഒരാളുണ്ട്, വടകര താലൂക്കുകാരനാണ്. ഉദാഹരണം, എല്ലാ ദിവസവും ഓരോ ദിവസവും 2 ഉറുപ്പിക 200 നയാ പൈസ ദാറുൽഹുദയ്ക്ക് അയച്ചു തരുന്ന ഒരാളുണ്ട്. ഈ എല്ലാ ആളുകളുമായും നമ്മൾ ഡിസ്കഷൻ നടത്തും സൗകര്യപ്പെടുന്നതനുസരിച്ച്. ജനറൽ ബോഡി യോഗത്തിൽ, വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ, അങ്ങനെയുള്ള അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കാണുമ്പോൾ അവരെ അഭിപ്രായങ്ങൾ തോടും. ഇങ്ങനെ ആണ് ദാറുൽഹുദ വളരെ ഭംഗിയായി നടന്നു വരുന്നത്.
അതിൽ പ്രസിഡൻറ്റിന് വേറൊരു സ്വഭാവം, സെക്രട്ടറിക്ക് വേറെ ഒരു തലക്കനം, പിന്നെ ഖജാഞ്ചിക്ക് ഞാനാണ് പൈസ സൂക്ഷിപ്പുകാരൻ എന്നൊരിത്, അതൊന്നുമില്ല. എല്ലാവരും അങ്ങനെ തന്നെ. എല്ലാവരും ഇത് മനസ്സിലാക്കിയാണ് പ്രവർത്തിക്കുന്നത്. അതാണ് പൊതുപ്രവർത്തനങ്ങളുടെ വിജയത്തിന് ഏക നിദാനം. ഒരാൾ കൂടുതൽ വിദ്യാഭ്യാസം ഉണ്ടെന്ന് സങ്കല്പിക്കുക, ഒരു മെമ്പർ, അത് അയാൾക്കൊരു ആഢ്യത്വത്തിന് അല്ലെങ്കിൽ ഒരു മാനസിക പ്രൗഢി ധരിക്കാൻ ഉള്ള കാരണമാകരുത്. അത് വിദ്യാഭ്യാസം നേടുന്ന കാലത്ത് അയാൾ ആഭിമ്യം ഉത്തരവാദപ്പെട്ടവർ പഠിപ്പിച്ചു, അയാൾ ഉയർന്ന വിദ്യാഭ്യാസം നേടി. വേറൊരാൾ ഭൗതിക വിദ്യാഭ്യാസം ഔപചാരികമായി ഒന്നും നേടിയിട്ടില്ല, എന്നാലും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കഴിയും. അയാളുടെ അത്തരം കഴിവുകളൊക്കെ ഇതിന് ഉപയോഗപ്പെടുത്തണം, മറ്റേയാളുടെ കഴിവ് അങ്ങനെ ഉപയോഗപ്പെടുത്തണം. ഇതൊക്കെയാണ് കൂട്ടുത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ. അതാണ് ശൂറയുടെ കാര്യം ഖുർആൻ ഒന്നിലധികം സ്ഥലത്ത് ഊന്നി പറഞ്ഞത്. അത് അനുവർത്തിച്ചു കൊണ്ടാണ് അൽഹംദുലില്ലാ ദാറുകളുടെ പ്രവർത്തനങ്ങൾ അന്ന് മുതൽ ഇന്ന് വരെ നടന്നത്. ബാപ്പുട്ടിയതിന് ആ കാലത്തുണ്ടായിരുന്ന പിന്നെ വാർഷിക സമ്മേളനങ്ങളിൽ സ്റ്റേജ് കണ്ടിട്ടുണ്ടാവില്ല, നിങ്ങൾ ഉണ്ടാവില്ല. ബാപ്പുട്ടി ജനലിൻ്റെ അടുത്ത് ഓഫീസിലെ മൂലക്കലൊന്നും ഇങ്ങനെ ഇരിക്കല. അതാരും മൂപ്പരെ നിർബന്ധിച്ച് ക്ഷണിച്ചിട്ടുമില്ല. മാനസികാവസ്ഥ എല്ലാവർക്കും അറിയാം. അപ്പം അങ്ങനെ ഈ സൗഹൃദത്തിൽ, സ്നേഹത്തിൽ, പരസ്പര സഹകരണത്തിൽ, വിശ്വാസത്തിലൊക്കെ ഈ സ്ഥാപനം ഖിയാമത്ത് നാൾ വരെ മുന്നോട്ട് പോകാൻ ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. ഷാഫിയാജുമായി എൻ്റെ സമ്പർക്കങ്ങളും ഇടപഴക്കങ്ങളും അങ്ങനെ തന്നെയാണ്, അദ്ദേഹത്തിൻ്റേത് ഇങ്ങോട്ടും അങ്ങനെ തന്നെയാണ്. അത് ഞങ്ങൾ പരസ്പരം മനസ്സിലാക്കിയാണ് അന്ന് മുതലേ മുന്നോട്ട് നീങ്ങിയിട്ടുള്ളത്. ഇന്നും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പ്രവർത്തനങ്ങൾ വിജയിക്കും. പഠിച്ചോ തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. സമയം ഒരുപാട് അധികരിച്ചു. അതേസമയം നമുക്ക് വളരെ പ്രധാനമായും ഈ ഒരു സംഗമത്തിൽ നമുക്ക് കേൾക്കാനുള്ളത് ഇവർ രണ്ടുപേരിൽ നിന്ന് തന്നെയാണ്, നമ്മൾ ഇന്ന് നയിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടുപേരിൽ നിന്ന് തന്നെയാണ്. വളരെ ഹൃദയസ്പൃക്കായി അവരുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ഉസ്താദ് അവറുകളും അതുപോലെ തന്നെ ബാവാഖയും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മോട് പങ്കുവെച്ചു, ഓർമ്മകൾ പങ്കുവെച്ചു, നമ്മോട് മുമ്പോട്ടുള്ള യാത്രയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പങ്കുവെച്ചു, ഒരുപാട് കാര്യങ്ങൾ പങ്കുവെച്ചു. ഈ പങ്കുവെച്ച ഓർമ്മകളും ഇവർ പറഞ്ഞ ഉപദേശങ്ങളുമായി വേണം, ഈ മെസ്സേജുമായി വേണം നമ്മൾ ഈ സ്ഥാപനം കഴിയുമ്പോൾ മുന്നോട്ട് പോകാൻ. അവർ പറഞ്ഞ സ്വപ്നങ്ങളും അവർ പറഞ്ഞ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ആ ഒരു ദർബിൽ തന്നെ, ആ ഒരു പാതയിൽ തന്നെ മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു ഇരുവർക്കും ദാൽഹുദിയെ ദീർഘകാലം ആഫിയത്തോടെ നയിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ സെഷനോട് അവസാനിപ്പിക്കുകയാണ്. വഖറദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.